നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസിന്റെ 78ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്തു വരുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനിൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയും തുടർന്ന് ചോദ്യോത്തരവേളയുമാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസും കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഇന്നത്തെ നിഡാസ് ഗൂഗിൾ മീറ്റിലും നിഡാസിന്റെ യൂട്യൂബ് ചാനലിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് സെഷൻ നടക്കുന്ന മൈക്ക്, പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രസന്റേഷന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ നിഡാസിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ബൗദ്ധിക മനഃശാസ്ത്ര വശങ്ങൾ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്. നാഡീവികാസ സംബന്ധ അവസ്ഥയെ ബൗദ്ധിക ഒരു കുട്ടിയുടെ വളർച്ചയുടെ പല മേഖലകളിൽ കാണപ്പെടാറുണ്ട്. ആശയവിനിമയം, ചലനശേഷി, ദൈനംദിന പ്രവർത്തനത്തിലുള്ള ബുദ്ധിമുട്ട്, പെരുമാറ്റത്തിലുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാനമായും കാണുന്നത്. ഇതിൽ പെരുമാറ്റത്തിൽ കാണുന്ന വ്യതിയാനങ്ങളും ഇതിനെ എങ്ങനെ നിർണ്ണയിക്കാം, ഇതെങ്ങനെ തരണം ചെയ്യാം, ഇതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്നിവയെ കുറിച്ചാണ് ഇന്നത്തെ നിഡാസിൽ പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ നിഡാസ് കൈകാര്യം ചെയ്യുന്നത് മിസ് അഞ്ജു വിജെ, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, നിഷ്. ഇന്നത്തെ ഈ സെഷനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത് മിസ് ശാന്തി. സൈൻ ലാംഗ്വേജ് പരിഭാഷയ്ക്കായി സ്ക്രീനിൽ മിസ് ശാന്തിയെ പിൻ ചെയ്യേണ്ടതാണ്. സെഷൻ തുടങ്ങുന്നതിനായി ഞാൻ മിസ് അഞ്ജുവിനെ ക്ഷണിക്കുന്നു. വെൽക്കം അഞ്ജു. പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈ ഗൂഗിൾ മീറ്റിലെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാ പാർട്ടിസിപ്പൻസും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു ചോദ്യാവലി പൂരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ക്രീനിലെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണാം. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ഈ ചോദ്യാവലി പൂരിപ്പിക്കാം. നമുക്ക് സെഷനിലോട്ട് കടക്കാം. എനിക്കൊരു മകനുണ്ട്. 10 വയസ്സാണ് ആളുടെ പ്രായം. അവൻ സാധാരണ കുട്ടികളെ പോലെ അല്ല പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ കാണാൻ വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതല്ലാതെ? അതായത് അവൻ പഠിക്കുന്നതിൽ വളരെ പിന്നിലോട്ടാ. പിന്നെ ഓർമ്മശക്തി കുറവുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവുന്നത്. പിന്നെ പ്രായത്തിന്റെ അനുസരിച്ചുള്ളൊരു പക്വത ഇല്ലാത്തതുപോലെ തോന്നാറുണ്ട്. വേറെ കുട്ടികളുണ്ടോ അമ്മയ്ക്ക്? ഇല്ല, ഈ ഒരു മകനേ. മറ്റുള്ള കുട്ടികളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അവരെ പോലെ അല്ല, പല കാര്യങ്ങളും പുറകോട്ടായിട്ട് തോന്നുന്നുണ്ടായി അല്ലേ? ഓക്കെ. ഇത് എത്ര നാളായിട്ട് ബുദ്ധിമുട്ടി കാണിക്കുന്നുണ്ട് കുട്ടി? വളരെ ചെറുപ്പത്തിലും ഉണ്ട്. പക്ഷെ ഞാൻ കരുതി വലുതാകുമ്പോൾ അത് ശരിയാവുമായിരിക്കും. ഈ കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? താമസിച്ചായിരുന്നോ അതോ സംസാരിക്കാനൊക്കെ വളരെ താമസിച്ചാണ് സംസാരിച്ചത്. നടന്നു തുടങ്ങിയതൊക്കെ വളരെ താമസിച്ചായിരുന്നു. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള പക്ഷേ ഭൗതിക വെല്ലുവിളിയുടെ ലക്ഷണങ്ങളാകാം. അപ്പോൾ ഇത് മാത്രമല്ല, സമാനമായിട്ടുള്ള വേറെ പല ലക്ഷണങ്ങളും കുട്ടികൾ കാണിക്കും. അതിന് നമുക്ക് അതിൻ്റെ അസസ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്താണ് ബുദ്ധിമുട്ട്, എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത് അതിന് ശേഷം നമുക്ക് അതിനുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. അത് ഏത് രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമസ്കാരം. എന്തുകൊണ്ടാണ് എന്നെ കാണാവുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ പാരന്റ് കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രായത്തിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി കാണിച്ചിട്ടില്ല, പഠിത്തമാണ്, ഓർക്കുന്നില്ല, ശ്രദ്ധ കുറവുണ്ട്. ഇതുപോലെ പല പ്രശ്നങ്ങളും ഈ സെഷനിലുള്ള പല പാരന്റ്സിനും ഉണ്ടായിരിക്കും. ഞാൻ ഇതുപോലെ ഒരു പക്ഷെ അത് ഭൗതിക വെല്ലുവിളിയുടെ ലക്ഷണങ്ങളായിരിക്കും. അപ്പൊ ലക്ഷണങ്ങൾ പലതുണ്ട്.
അതെങ്ങനെ നമ്മളങ്ങനെ കണ്ടുപിടിക്കും, അതിനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. ഭൗതിക വെല്ലുവിളി. എന്താണ് ഭൗതിക വെല്ലുവിളി? ഇത് ഒരു നാഡീവികാസ സംബന്ധമായ ഒരു അവസ്ഥയാണ് അതാണ് കാണപ്പെടുന്നത്. ഇത് ബുദ്ധിയെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അഡാപ്റ്റീവ് സ്വഭാവത്തിലും, അതായത് അനുരൂപ സ്വഭാവം എന്ന് പറയും, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. പൊതുവെ ഇത് 18 വയസ്സിന് മുൻപായിട്ടാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. നമുക്കപ്പോൾ എന്താണ് ഈ ഭൗതിക നിലവാരം എന്നുള്ള ഭൗതിക പ്രവർത്തനങ്ങൾ, അതായത് ബുദ്ധി, അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് IQ ടെസ്റ്റുകൾ എന്ന് പറയും. ഈ IQ ടെസ്റ്റിലൂടെ നമുക്ക് കുട്ടിയുടെ ഇന്റലിജൻസ് കണ്ടുപിടിക്കാൻ പറ്റും. IQ ടെസ്റ്റ് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അത് ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചതിന് ശേഷം ഇത് നമുക്കൊരു തോത്, സാധാരണ രീതിയിൽ ഒരു കുട്ടിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഒരു പ്രായത്തിന്റെ ബുദ്ധി വളർച്ച എന്ന് പറയുന്നത് നമുക്കൊരു സ്കോർ കിട്ടും. അത് 90നും 9നും ഇടയ്ക്കാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സ്കോർ ആണെങ്കിൽ അത് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധി വളർച്ച എന്ന് പറയും. 70ന് പുറകോട്ടാണ് കിട്ടുന്നതെങ്കിലാണ് നമ്മളതിനെ ഭൗതിക വെല്ലുവിളി എന്ന് പറയും. അത് പല തരത്തിലുണ്ട്. 50നും 69നും ഇടയ്ക്കാണെങ്കിൽ നമ്മളതിനെ മൈൽഡ് ID എന്ന് പറയും, അഥവാ നേരിയ ഭൗതിക വൈകല്യം എന്ന് പറയും. 35നും 49നും ഇടയ്ക്കാണെങ്കിൽ അതിന് മിതമായ അല്ലെങ്കിൽ മോഡറേറ്റ് ID എന്ന് പറയും. 20നും 34നും ഇടയ്ക്കാണെങ്കിൽ കഠിനമായ ഭൗതിക വൈകല്യം അഥവാ സിവിയർ ID എന്ന് പറയും. 20ന് താഴോട്ടാണെങ്കിൽ അതികഠിനമായ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ID എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഭൗതിക വെല്ലുവിളി കണ്ടുപിടിക്കേണ്ടത് IQ വെച്ച് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ അവർക്കുള്ള ബുദ്ധിമുട്ടും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ഈ അഡാപ്റ്റീവ് ബിഹേവിയർ അഥവാ അനുരൂപ സ്വഭാവം എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത ക്രമീകരണമാണ് അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആ കുട്ടിയുടെ പ്രായത്തിനും നമ്മുടെ സാമൂഹിക ആവശ്യങ്ങൾക്കും അനുസരിച്ച് നിറവേറ്റാനുള്ള കഴിവിനെയാണ് അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. നമുക്ക് ഈ അഡാപ്റ്റീവ് ബിഹേവിയർ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ കഴിവുകൾ, എന്തൊക്കെയാണ് പ്രായത്തിനനുസരിച്ച് ചെയ്യേണ്ടത്? അത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആശയപരമായിട്ടുള്ളത് അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ, സാമൂഹികം, സോഷ്യൽ, പ്രായോഗികം, പ്രാക്ടിക്കൽ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടുണ്ട്. ആശയപരമായി എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ വായന, എഴുത്ത്, സ്വയം ദിശ കണ്ടുപിടിക്കും, വഴി തിരിച്ചറിയുന്നുണ്ടോ, സംഖ്യകൾ എണ്ണാൻ പറ്റുന്നുണ്ടോ, കണക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടോ, ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി, പണം കൈകാര്യം ചെയ്യുന്ന രീതി, സമയം തിരിച്ചറിയുക, ഇതെല്ലാമാണ് ഈ കോൺസെപ്റ്റ് സ്കില്ലിനകത്ത് വരുന്നത്. രണ്ടാമത്തേതാണ് സാമൂഹികം. അത് വ്യക്തിപരമായിട്ടുള്ള കഴിവുകളാണ്. നമ്മുടെ സമൂഹത്തിനുള്ള ഉത്തരവാദിത്തം, ആത്മാഭിമാനം, വിശ്വസ്തത, സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുക, നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, നിയമങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, ഇതാണ് സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ പറയുന്നത്. മൂന്നാമത്തേതാണ് പ്രായോഗികം, പ്രാക്ടിക്കൽ സ്കിൽ എന്ന് പറയും. നമ്മൾ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സ്വന്തമായിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് തനിയെ ഭക്ഷണം കഴിക്കുക, കുളിക്കുക, വാഷ്റൂം യൂസ് ചെയ്യുക, അത് മാത്രമല്ല സംഘടനാ കഴിവുകൾ, ജോലി ചെയ്യാനുള്ള കഴിവുകൊണ്ടോ, ഹെൽത്ത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, യാത്ര ചെയ്യുക, ഇതൊക്കെയാണ് പ്രായോഗികം അഥവാ പ്രാക്ടിക്കൽ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അഡാപ്റ്റീവ് ബിഹേവിയറും നമ്മൾ അസസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഭൗതിക വെല്ലുവിളി എന്ന് പറയുന്നത് ബുദ്ധി നിലവാരത്തിലും അതായത് അനുരൂപ സ്വഭാവത്തിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഭൗതിക വെല്ലുവിളി എന്ന് പറയുന്നത്. രണ്ടിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും സ്കോർ 70ന് പുറകോട്ടായിരിക്കണം. ഇനി ഭൗതിക വെല്ലുവിളി ഞാൻ പറഞ്ഞു 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്ന് പറയും. ആദ്യത്തേതാണ് മൈൽഡ്. അത് IQ 50നും 69നും ഇടയ്ക്കാണ്. ഈ കുട്ടികളെ പലപ്പോഴും തുടക്കത്തിൽ നമ്മൾ അറിയില്ല. പലപ്പോഴും ഒരു 12 അല്ലെങ്കിൽ 10 വയസ്സ് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അത് പാരന്റ്സിന് പലപ്പോഴും അതൊരു മൈൽഡ് ID ആണെന്ന് തോന്നാറില്ല. പലപ്പോഴും ഈ കുട്ടികൾ അക്കാഡമിക് പഠിത്തത്തിൽ പുറകോട്ടായിരിക്കും. ക്ലാസ് ലെവലിൽ വെച്ച് നോക്കുമ്പോഴോ ഒട്ടും ആ ലെവലിലോട്ട് കുട്ടിക്ക് വരാൻ പറ്റത്തില്ല. എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ തുടക്കത്തിൽ പലപ്പോഴും പാരന്റ്സ്
അത് കുറച്ച് കഴിയുമ്പോഴേക്കും മാറിക്കോളും എന്ന്, പിന്നെ പഠിച്ചുകൊള്ളും എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അതുകൊണ്ട് ഇവരെ തിരിച്ചറിയാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് ആശയവിനിമയം ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ പ്രായത്തിൻ്റെതായിട്ടുള്ള ആശയവിനിമയം അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും വീടുകളിൽ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തേതാണ് പ്രൊഫൗണ്ട്. 35-നും 49-നും ഇടയ്ക്കുള്ള IQ സ്കോർ കിട്ടുന്ന കുട്ടികൾ. ഇവർക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കൂടുതൽ ആവശ്യം വരും. ഭാഷാപരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കി ഇവരെ നമുക്ക് കുറച്ചുകൂടി നേരത്തെ അറിയാൻ പറ്റും. അത് മാത്രമല്ല മോട്ടോർ ചലനശേഷിക്കും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പക്ഷേ എന്നാലും നമുക്കൊരു കോർഡിനേഷൻ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേതാണ് പ്രൊഫൗണ്ട് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ളത്. അത് IQ 20-നും 34-നും ഇടയ്ക്കുള്ളതാണ്. ഈ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അറിയുന്നുണ്ട്. കാരണം അവര് തുടക്കത്തിലെ വർഷങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിലെല്ലാം ഡിലേ ആകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഭാഷ പുറകോട്ടായിരിക്കും. മോട്ടോർ നടക്കുന്നതിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉള്ള കുട്ടികളാണ്. നാലാമത്തേതായിട്ടുള്ള പ്രൊഫൗണ്ട് ഐഡിയ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഭൗതിക വൈകല്യം. ഈ കുട്ടികളിൽ IQ പലപ്പോഴും 20-ന് താഴെയായിരിക്കും. ഇവരെ തുടക്കത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം വളർച്ചാ ഘട്ടങ്ങളെല്ലാം വളരെ പുറകോട്ടായിരിക്കും. പ്രായത്തിനനുസരിച്ചിട്ടുള്ള വളർച്ച ഉണ്ടാവത്തില്ല. ശാരീരിക വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും ശരീരഘടനയിൽ നമുക്ക് വ്യത്യാസം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. ഇവർക്ക് ബേസിക് സ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിനും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനും ിനും ഒക്കെ ഉള്ള അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്നതിന് വരെ ഇവർക്ക് സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇവർക്ക് അതിനുള്ള പരിശീലനം കൂടിയേ മതിയാകത്തുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഈ ഭൗതിക വെല്ലുവിളി ഉണ്ടാകുന്നത്? പലപ്പോഴും സംശയം തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? പലപ്പോഴും പാരന്റ്സ് ചോദിക്കാറുണ്ട്, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ആരുമില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് മാത്രം ഇങ്ങനെയായി? പല കാരണങ്ങളുണ്ട് ഉണ്ടാകാം. ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അതൊരു പക്ഷേ അത് പലപ്പോഴും കുട്ടിയുടെ അമ്മ ഗർഭിണിയാകുന്നതിന് മുൻപോ ഗർഭിണിയാകുന്ന സമയത്തോ ഗർഭിണി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമോ ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ഇത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകാം. അല്ലെങ്കിൽ പാരമ്പര്യം കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തലമുറ അല്ലെങ്കിൽ പല തലമുറകൾക്ക് മുൻപുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ജനിതക വൈകല്യങ്ങൾ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ക്രോമസോം ഡിസോർഡേഴ്സ്, ഡൗൺ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻ, ചില ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ആ ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഭൗതിക വെല്ലുവിളി വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും സങ്കീർണതകൾ, ഇപ്പം മാസം തികയാതെ ജനിക്കുക, അതിനുശേഷം ആദ്യത്തെ ഒരു 2 ആഴ്ചയ്ക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഒക്കെ വരുവാണെങ്കിൽ ഇതിന് ഭൗതിക വെല്ലുവിളിയിലോട്ട് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ചുറ്റുപാട് പാരിസ്ഥിതിക ഘടകങ്ങൾ, നമ്മുടെ ഈ ലെഡിന്റെ ഉപയോഗം, എന്തെങ്കിലും രാസവസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കാരണം അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവും, അത് കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത പല കാരണങ്ങൾ കൊണ്ടും വരാം. ഇനി ഇത് കൂടാതെ ഈ ഭൗതിക വെല്ലുവിളി കൂടാതെ ഇവർക്ക് ഇതിന്റെ കൂടെ വരുന്ന ചില അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഒന്നാണ് അപസ്മാരം. ജെന്നി എന്ന് പറയുന്ന അപസ്മാരം ഇപ്പം ID ആയതുകൊണ്ട് വരുന്നതല്ല, അതിന്റെ ചില കുട്ടികളിൽ അതും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല അവർക്ക് പോഷകാഹാര വൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ പല കുട്ടികളിലും അതൊരു അഡോളസൻ കഴിയുമ്പോൾ, കൗമാര പ്രായം കഴിയുമ്പോൾ അഡൽട്ടിലോട്ടേക്ക് പോകുന്ന സമയത്തൊക്കെ ഇവർക്ക് മാനസിക അസ്വസ്ഥതകൾ വരാനുള്ള ഡിപ്രഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ആൻസൈറ്റി ഉൾപ്പെടെയുള്ള മാനസിക അസ്വസ്ഥതകൾ വരാനും സാധ്യതയുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഭൗതിക വെല്ലുവിളിയുടെ ഒപ്പം മറ്റ് ഒന്നിലധികമായിട്ടുള്ള വൈകല്യങ്ങൾ, ഓട്ടിസം പോലെയുള്ള അല്ലെങ്കിൽ സെറിബ്രൽ പോൾസി പോലെയുള്ള കണ്ടീഷൻസും കൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. എന്താണ് ഈ കുട്ടികളിൽ കാണുന്ന സ്വഭാവങ്ങൾ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഓർക്കുക, ഈ ഭൗതിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് മാത്രം സ്വഭാവ പ്രശ്നങ്ങളല്ല. പൊതുവെ നമുക്ക് സാധാരണ ബുദ്ധി വളർച്ചയുള്ള കുട്ടികളിലും സ്വഭാവ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഈ കുട്ടികളിൽ കുറച്ചധികം കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒന്ന്, ബുദ്ധിപരമായിട്ട് അവർ പുറകോട്ടായിരിക്കും. അഡാപ്റ്റീവ് ബിഹേവിയറിലും പ്രശ്നം കാണും. സംസാരത്തിൽ ഈ ആശയവിനിമയം ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കുറച്ചധികം ഇവര് സ്വഭാവ പ്രശ്നങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്.
മാത്രമല്ല ഇവർക്ക് എങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. പലപ്പോഴും അത് സ്വഭാവ പ്രശ്നങ്ങളിലോട്ട് നയിക്കാനും സാധ്യത ഉള്ളതാണ്. അപ്പൊ നമുക്ക് കുട്ടികളുടെ സ്വഭാവങ്ങൾ, അത് ഈ കുട്ടികളായാലും ശരി, സാധാരണ ബുദ്ധി വളർച്ചയുള്ള കുട്ടികളായാലും ശരി, ഇവർ എല്ലാവരുടെയും ബിഹേവിയർ നമുക്ക് പലപ്പോഴും നിരീക്ഷിക്കാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും, നമുക്കത് അളക്കാനും സാധിക്കും. എല്ലാ ബിഹേവിയർ നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല, എന്നാൽ എല്ലാവരുടെയും ബിഹേവിയർ നമുക്ക് എത്രത്തോളം കുട്ടികൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിഹേവിയറിന്, ഈ സ്വഭാവങ്ങൾ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് സ്കിൽ ബിഹേവിയർ എന്ന് പറയും, രണ്ടാമത്തേത് ചലഞ്ചിങ് ബിഹേവിയർ അല്ലെങ്കിൽ പ്രോബ്ലം ബിഹേവിയർ എന്ന് പറയാറുണ്ട്. എന്താണ് സ്കിൽ ബിഹേവിയർ എന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ടും അഡാപ്റ്റീവ് ബിഹേവിയറിലും പ്രശ്നം ഉള്ളത് കൊണ്ട്, പ്രായത്തിൻ്റെതായിട്ടുള്ള വളർച്ച വരാത്തത് കൊണ്ട് സ്കിൽ ബിഹേവിയറിൽ അത് പുറകോട്ടായിരിക്കും. സാധാരണ ബുദ്ധി വളർച്ചയുള്ള കുട്ടികൾക്ക് അവരെ ഏജിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റ് വരുന്നത് കൊണ്ട് അവർക്ക് മാനേജ്, അത് കണ്ടും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും അവർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് വരും. പക്ഷെ ഈ കുട്ടികൾക്ക് ഇത് പുറകോട്ടായതുകൊണ്ട് അത് മനസ്സിലാക്കാനും കണ്ട് മനസ്സിലാക്കാനും സ്വയം തിരിച്ചറിയാനുമുള്ള ഒരു ബുദ്ധിമുട്ട് കൂടുതലാണ്. നമുക്ക് എന്തൊക്കെയാണ് സ്കിൽ ബിഹേവിയർ എന്ന് നോക്കാം. ആദ്യത്തേത് മോട്ടോർ, മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, നടക്കാനുള്ളത്, ഓടാനുള്ളത്, സൈക്കിൾ ചവിട്ടുക, എഴുതുക, അതൊക്കെയാണ് മോട്ടോർ കഴിവുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ. ഇപ്പം തനിയെ ബ്രഷ് ചെയ്യാൻ അറിയാൻ ബുദ്ധിമുട്ടുണ്ടായി, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എങ്ങനെ വാഷ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ ടോയ്ലറ്റിൽ പോകാൻ തോന്നുവാണെങ്കിൽ അത് പറയാൻ അറിയത്തില്ല, ഉടുപ്പിൽ കൂടെയൊക്കെ പോവുക. ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ല, തനിയെ കഴിക്കത്തില്ല, കഴിക്കാൻ അറിയാമെങ്കിലും പലപ്പോഴും വാശി കാരണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കണം എന്ന് പറയും. അഥവാ ഭക്ഷണം കഴിച്ചാലും വൃത്തിയായിട്ട് കഴിക്കത്തില്ല, പ്ലേറ്റ് ചുറ്റുമാക്കി കഴിക്കുക. കുളിക്കാൻ അറിയത്തില്ല, കുളിക്കാൻ ആരെങ്കിലും കുളിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അഥവാ തനിയെ കുളിച്ചാലും വൃത്തിയായിട്ട് ചെയ്യത്തില്ല. പലപ്പോഴും പാരന്റ്സ് പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ്, കുളിക്കും പക്ഷെ കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു 2 കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കും, പിന്നെ ഇറങ്ങി വരും. അത് സോപ്പ് യൂസ് ചെയ്യണമെന്നോ തല തുടയ്ക്കണമെന്നോ അറിയത്തില്ല. സോ വൃത്തിയായിട്ട്, അതായത് പ്രായത്തിനനുസരിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവത്തില്ല. വസ്ത്രധാരണം, ഡ്രസ്സിങ് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മോട്ടോർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് പ്രശ്നം വരാൻ സാധ്യത ഉള്ളതാണ്. പലപ്പോഴും ബട്ടൺ ഇടാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പലപ്പോഴും പാരന്റ്സ് തനിയെ അങ്ങ് ചെയ്തു കൊടുക്കും, അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ചെയ്തു കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. മൂന്നാമത്തേതാണ് ഭാഷയുമായിട്ട് ബന്ധം. നമുക്ക് ആശയവിനിമയം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഭാഷയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും വായിക്കാനും എഴുതാനും ഈ ബുദ്ധിമുട്ട് വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ഇവരുടെ പുസ്തകങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവർ എഴുതിയിരിക്കുന്ന രീതി, സ്പെല്ലിംഗ്, അക്ഷരങ്ങൾ വളരെ വലുതായിരിക്കും, ഒരുപാട് വലുതായിരിക്കും, എങ്ങനെ എഴുതണമെന്ന് അറിയത്തില്ല, അക്ഷരങ്ങൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, മറന്നു പോകുന്നു. അതുപോലെയാണ് നമ്പറും സമയം, കണക്ക് കൂട്ടാൻ, നമ്പർ കൗണ്ട് ചെയ്യാൻ അറിയത്തില്ല. അഥവാ കൗണ്ട് ചെയ്താൽ ഇപ്പൊ 1 to 10 നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൊടുത്തെങ്കിൽ ഒബ്ജക്റ്റ് കൗണ്ട് ചെയ്യുവാണെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് അവസാനം എത്ര എന്ന് ചോദിച്ചാൽ അത് പറയാൻ അറിയത്തില്ല. സമയം നോക്കാൻ, ഇപ്പൊ എത്ര മണി എന്ന് ചോദിച്ചാൽ അത് എത്രയാണെന്ന് പറയാൻ അറിയത്തില്ല. ഒരു പക്ഷെ 5 മണി 6 മണി പറയുമായിരിക്കും, 5:15, 6:15, 6:45. ആ ഒരു കോൺസെപ്റ്റ് ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. അവസാനത്താണ് ഡൊമസ്റ്റിക് ആൻഡ് സോഷ്യൽ, അതായത് വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള, ഇപ്പൊ ഒരു ബോട്ടില് വെള്ളം നിറയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു വലിയ കുട്ടികളാണെങ്കിൽ ബൾബ് ഒന്ന് മാറ്റിയിടാൻ, അപ്പം അതുപോലെയുള്ള വീട്ടിലുള്ള ബേസിക് ആയിട്ടുള്ള ചില സ്കില്ല് ചെയ്യാനുള്ള കുറവ്. അതുപോലെ തന്നെ സോഷ്യൽ, സമൂഹമായിട്ട് ഇടപഴകാൻ. അപ്പൊ ഒരാളോട് പുറത്ത്, നമുക്ക് വീട്ടിൽ ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഈ ചടങ്ങുകൾക്കോ പോകുമ്പോൾ നമ്മൾ അവിടെ പോയി എങ്ങനെ പെരുമാറണം, സ്കൂളിൽ പോയി നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ വഴി കൂടെ നടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്, മറ്റവരോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ പരിചയമുള്ള ആൾക്കാരോടും പരിചയമില്ലാത്ത ആൾക്കാരോടും നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇതൊന്നും ഇവർക്ക്, ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതാണ് ചലഞ്ചിങ് ബിഹേവിയർ. ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള പ്രശ്നമുള്ള പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് അക്രമാസക്തവും അപകടകരവുമായ പെരുമാറ്റങ്ങൾ. പലപ്പോഴും ഇവർക്ക് വരും വരായികൾ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇവര്
താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, വീഴും അല്ലെങ്കിൽ പരിക്ക് പറ്റും എന്നതിനെ കുറിച്ച് അവർ അറിയത്തില്ല. ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കുട്ടികളും അല്ല, എന്നാൽ പല കുഞ്ഞുങ്ങളും അത് കാണിക്കാറുണ്ട്. അമിതമായിട്ടുള്ള ദേഷ്യം, പഠിക്കാൻ പറയുവാണെങ്കിൽ ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അതിനോട് ദേഷ്യമായിട്ട് പ്രതികരിക്കുക, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുക. നമ്മൾ എന്തെങ്കിലും ഒരു പരിചയമില്ലാത്ത ആളോ അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവരോട് തർക്കുത്തരം പറയുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, സ്വയം മുറിവേൽപ്പിക്കുക. പലപ്പോഴും പല കുട്ടികളോടും അവർക്ക് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് സ്വയം ഒന്നുകിൽ നെറ്റിക്കൊണ്ട് ചുമലിടിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ കടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും. പല രീതിയിലും അവരും ആ ദേഷ്യം സ്വയം തീർക്കാറുണ്ട്. പിന്നെ ആവർത്തന സ്വഭാവങ്ങൾ പലപ്പോഴും ഈ കുട്ടികൾ കാണിക്കുന്നതാണ്. മൂവ് ചെയ്യുക, ചെയറിലിരിക്കുമ്പോഴേക്കും മുന്നോട്ടും പുറകോട്ടും മൂവ് ചെയ്യുക, കയ്യോ കാലോ എന്തെങ്കിലും മൂവ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് നമുക്ക് സാധാരണ കുട്ടികൾ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കുട്ടികൾ കാണിക്കാത്ത സ്വഭാവങ്ങൾ. ഇപ്പോൾ നടന്നു പോകുമ്പോൾ തറയിൽ എന്തെങ്കിലും വേസ്റ്റ് ഇറങ്ങാതെ എടുക്കുക, എന്തെങ്കിലും നമുക്ക് സാധാരണ രീതിയിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന സാധനങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുക, ഹൈപ്പർ ആക്ടിവിറ്റി, അടങ്ങിയിരിക്കാൻ പറ്റാതിരിക്കുക, അഥവാ ഇരുന്നാൽ തന്നെ ശ്രദ്ധിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ മറ്റു കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക, എന്തെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാത്തിലും നോ പറയുക, സാമൂഹിക വിരുദ്ധ സ്വഭാവങ്ങൾ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇപ്പൊ കള്ളം പറയുക അല്ലെങ്കിൽ മോഷ്ടിക്കുക. പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇവരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ളവർ പറയും ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ അതുപോലെ ചെയ്യും, അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഇവർ ഓർക്കാറില്ല. അപ്പൊ മറ്റുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുവാണെങ്കിൽ അത് അതുപോലെ ഇവർക്ക് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കത്തില്ല. ഭയം, അകാരണമായിട്ടുള്ള ഭയം, അതെന്തെങ്കിലും വസ്തുക്കളോടായിരിക്കാം, വ്യക്തികളോടായിരിക്കാം, സ്ഥലങ്ങളോടായിരിക്കാം. അകാരണമായിട്ടുള്ള ഭയം ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പെരുമാറ്റ രീതികൾ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് പരിശോധിക്കാം. ഓർക്കുക, പലപ്പോഴും ഈ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. ഫാദർ അല്ലെങ്കിൽ മദർ എങ്ങനെയാണ് എന്ന് പറയും. ചിലത് നമ്മൾ പഠിക്കുന്നതുണ്ട്, നമ്മൾ ലേൺ ചെയ്യുന്ന സ്വഭാവങ്ങളുണ്ട്. സ്വയം കണ്ടും കേട്ടും അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ പഠിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ഈ പെരുമാറ്റങ്ങൾ പലതും ഇവർ സ്വയം പഠിച്ചെടുക്കുന്നതാണ്. അപ്പം ഈ പെരുമാറ്റത്തില് നമുക്ക് നമ്മളൊരു പർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ, നല്ലൊരു ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അവരത് പഠിക്കുകയും അത് പിന്നെയും അത് തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കുകയും ചെയ്യും. നേരെ മറിച്ച് അവർക്ക് അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണ്, ഇപ്പൊ നല്ലൊരു റിസൾട്ട് അല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യത്തില്ല. നമ്മളായാലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കുട്ടി ഭക്ഷണം കൊടുത്തു, ഭക്ഷണം ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ കുട്ടി പാത്രം തട്ടി എറിയുകയാണ്. അപ്പോഴമ്മ എന്ത് ചെയ്യും? അമ്മയോ അച്ഛനോ എന്ത് ചെയ്യും? ആരി കൊടുക്കും. അപ്പൊ കുട്ടി പഠിക്കും, ഞാൻ തട്ടിക്കളയുവാണെങ്കിൽ അവരെനിക്ക് ഫുഡ് വാരിത്തരും. അല്ലെങ്കിൽ പഠിക്കാനിരിക്കുവാണെങ്കിൽ ഞാൻ കരയും, കുട്ടി കരയും. കരയുമ്പോഴേക്കും പാരന്റ് പറയും ഇനി പഠിക്കണ്ട. അപ്പോൾ കുട്ടി അത് വീണ്ടും മനസ്സിലാക്കുവാണ്, ഞാൻ ഇങ്ങനെ ഒരു പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ കരയുവാണെങ്കിൽ എനിക്ക് ഇതിന് രക്ഷപ്പെടാം എന്നുള്ളത് കുട്ടി. അപ്പൊ ഇതൊരു കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കുട്ടിക്ക് കിട്ടുവാണ്. നേരെ മറിച്ച് ഇപ്പൊ കുട്ടി കരയുവാണ്, ഒരു ടോയ്ക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുവാണ്. നമ്മളൊരു ടോയ് ഷോപ്പിൽ പോയി ഒരു ടോയ് വേണമെന്ന് പറഞ്ഞ് കുട്ടി നിലവിളിക്കുകയാണ്. അപ്പൊ പലപ്പോഴും പല പാരന്റ്സും ചെയ്യും, കരച്ചിലൊന്നും ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാണക്കേട് ഭയന്ന് ഈ ടോയ് അങ്ങ് മേടിച്ചു കൊടുക്കും. നേരെ മറിച്ച് അവിടെ കരയട്ടെ, മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നടക്കുവാണെങ്കിൽ അവർ പഠിക്കും, ഞാൻ ഇനി എത്ര കരഞ്ഞാലും ഇവരെനിക്ക് വാങ്ങിച്ചു തരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കുട്ടി പഠിക്കും. അപ്പൊ അവിടെ ആ ഒരു ബിഹേവിയർ കുട്ടിക്ക് ഒരു നെഗറ്റീവായിട്ട് കുട്ടിയോടെ പഠിച്ചത്. അപ്പൊ അത് കുട്ടി വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും കുട്ടി ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള അപകടമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് നോക്കാം. പലപ്പോഴും ഈ പെരുമാറ്റങ്ങൾ അപകടമാണ്. എങ്ങനെയാണ് പെരുമാറ്റങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും അപകടകരമാകുമ്പോൾ? അതായത് മറ്റുള്ളവർ അടിക്കുന്നു, സ്വന്തം കൈകൾ കടിക്കുന്നു, എന്തെങ്കിലും സാധനങ്ങൾ മറ്റുള്ള ദേഹത്തോട് വലിച്ചെറിയുന്നു. അപ്പൊ അത് കുട്ടിക്കും ദോഷമാണ്, കുട്ടിയുടെ ഓപ്പോസിറ്റ് ആൾക്കാർക്കും ദോഷമാണ്. പിന്നെ ഓർക്കുക, പെരുമാറ്റം എപ്പോഴും കുട്ടിയുടെ വയസ്സിനോ അല്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റിനോ അനുസരിച്ച് അല്ലാതാകുമ്പോൾ, അതായത് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി ക്ലാസ് റൂമിൽ ഇരുന്ന് വിരൽ ഒടിക്കുക, ഇത് ആ കുട്ടിയുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള സ്വഭാവമല്ല. അപ്പൊ ഇതും അപകടകരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത്, ഈ ബിഹേവിയർ കുട്ടിയുടെ പഠനത്തിന് തന്നെ തടസ്സപ്പെടുത്തുന്നു. കാരണം പഠിക്കാൻ സ്കൂളിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴോ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ കരയുകയാണെങ്കിൽ അത് കുട്ടിയുടെ
പഠനത്തിനെ ബാധിക്കും. സ്കൂളിലാണെങ്കിൽ സ്കൂളിലും ഇതേ ബഹളം കാണിക്കുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ പഠനത്തിനെയും അത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഈ പെരുമാറ്റം കുട്ടി കാണിക്കുന്ന ഈ പെരുമാറ്റം കുട്ടിയുടെ ചുറ്റുമുള്ളവർക്കും വല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും പാരന്റ്സ് ഒരു കുട്ടി സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഷോപ്പിൽ പോകുമ്പോഴേക്കും നിലവിളിക്കുക, അലറി വിളിക്കുക, നിലത്ത് കിടന്ന് ഉരുളുക, ഇങ്ങനെ സ്വഭാവം കാണിക്കുമ്പോൾ അത് പാരന്റ്സ് അത്രയും ടെൻഷനാണ് ഉണ്ടാക്കുന്നത്. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത് കാണുമ്പോൾ അവർക്കുള്ള വിഷമം, അല്ലെങ്കിൽ അവർ എന്നെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ അവർക്ക് ഇത് പാരന്റ്സിനാണെങ്കിൽ ആരാണോ കുട്ടിയുടെ കൂടെ ഉള്ളത് അവർക്ക് അകാരണമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പലപ്പോഴും ഈ ഒരു കുട്ടിയുടെ പെരുമാറ്റം സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇപ്പം ഈ മോഷണം പോലെയുള്ള കുറ്റങ്ങൾ, അല്ലെങ്കിൽ കള്ളം പറയുക, അപ്പൊ സ്കൂളിലായാലും വീട്ടിലായാലും നടക്കാത്ത കാര്യങ്ങൾ കള്ളം പറയുക, അതൊക്കെ കുട്ടിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്നത് കുട്ടിയല്ലേ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കുട്ടി ഈ പെരുമാറ്റങ്ങൾ കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരെ ശ്രദ്ധിക്കാതിരിക്കും. അല്ലെങ്കിൽ വളരുമ്പോൾ ശരിയായിക്കോളും, കുറച്ച് 18 വയസ്സ് കഴിയുമ്പോഴേക്കും നേരെയാകും. ഇതുമല്ലാതെ ഉള്ള ചില പാരന്റ്സ് ഉണ്ട്, ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ശരിയായിക്കോളും എന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഓർക്കുക, ഇതൊക്കെ പ്രശ്നമുള്ള, അത് എപ്പോഴും ഓർക്കേണ്ട കാര്യം, അത് കുട്ടിക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഏത് സ്വഭാവമാണെങ്കിലും കുട്ടിക്കോ ചുറ്റുമുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് നമ്മളൊരു വിദഗ്ധന്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിദഗ്ധന്റെ സേവനം നമുക്ക് എടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, കുട്ടിയുടെ എപ്പോഴും ഓർക്കുക, കുട്ടിയുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള സ്വഭാവമല്ല. പിന്നെ അത് മാത്രമല്ല, കുട്ടിയുടെ നമ്മൾ ഈ ഒരു ബിഹേവിയർ കുട്ടി ആവർത്തിക്കുകയാണെങ്കിൽ, സ്കൂളിൽ പോവുകയാണെങ്കിൽ സ്കൂളിൽ എപ്പോഴും കരയുക, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് സ്കൂളിനെ ആ ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റിനെ ബാധിക്കും. മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സ് അത് കംപ്ലൈന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ടീച്ചേഴ്സ് കംപ്ലൈന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കുട്ടിയെ നെഗറ്റീവായിട്ട് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കുട്ടീനെ കാണുമ്പോൾ പലപ്പോഴും ഇത് ഇങ്ങനെയുള്ള കുഞ്ഞാണ്, എങ്ങനെയുള്ള ഈ ഒരു സ്വഭാവം കാണിക്കുന്ന കുട്ടിയാണ്, അപ്പൊ ആ ഒരു സാമൂഹിക സ്വീകാര്യതയിൽ കുട്ടിക്ക് കുറവ് വന്നേക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഈ ഒരു വീട്ടിൽ പലപ്പോഴും കാണിക്കുന്ന ബിഹേവിയർ, പലപ്പോഴും തുടക്കത്തിൽ വീട്ടിൽ കാണിക്കുന്നത് വീട്ടിനകത്ത് നിൽക്കത്തുള്ളൂ, അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ സഹോദരങ്ങളെയോ ഉപദ്രവിക്കും, കാര്യമാക്കാറില്ല. വളർന്നു കഴിയുമ്പോൾ കുട്ടി പഠിക്കുന്നതാണ്, എനിക്ക് ആരെ വേണോ എന്ത് വേണോ ചെയ്യാം. അത് നാളെ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തേക്ക് നാളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ബന്ധുക്കളെ ആരെങ്കിലും ഉപദ്രവിച്ചേക്കാം. അത് നമുക്കും അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സ്കൂളിലും വീട്ടിലും അല്ലെങ്കിൽ കുട്ടിയുടെ പഠനത്തിനെ അത് ബാധിച്ചേക്കാം, പഠനത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഈ കുട്ടി ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുമ്പോഴും കുട്ടിയുടെ മറ്റുള്ള പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ പലപ്പോഴും നമ്മൾ മറന്നുപോകും. മാത്രമല്ല, പിന്നെ കുട്ടി ആ നല്ല കാര്യങ്ങൾ ചെയ്യാനും കുട്ടിയെ അങ്ങ് വിട്ടു എപ്പോഴും ഈ വാശി നിർബന്ധത്തിലോട്ട് കുട്ടി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ സ്കിൽ ബിഹേവിയർ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. എപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അക്കാഡമിക് അല്ല ഉദ്ദേശിക്കുന്നത്, ഏത് കാര്യമാണെങ്കിൽ ശരി, ലളിതമായിട്ടുള്ള ഭാഷയിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് കുട്ടിയെടുത്ത് വിവരിക്കാൻ നിൽക്കാതിരിക്കുക. കാരണം ഒന്ന്, കുട്ടിക്ക് ശ്രദ്ധ കുറവുണ്ട്, ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് വളരെ ലളിതമായിട്ട് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അത് കുട്ടിയാണെന്നും കൂടി ഓർക്കുക. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. പിന്നെ അത് നമ്മളങ്ങ് പറയും, നമ്മൾ എക്സ്പെക്ട് ചെയ്യും കുട്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കും. കുട്ടിക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നും കൂടി നമ്മൾ പരിശോധിക്കുക. നമുക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞത് മനസ്സിലായോ, ഒന്ന് തിരിച്ച് പറഞ്ഞു തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അത് ഉറപ്പുവരുത്തണം. കുട്ടി ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത്. അത് മാത്രം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കുട്ടിയെ കൊടുക്കുവാണെങ്കിൽ അതിന് ചെയ്യാനുള്ള സമയം കൊടുക്കുക. എപ്പോഴും ഓർക്കുക, ഇവർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റ് ഇല്ല. പലപ്പോഴും സാധാരണ ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്, 9 വയസ്സുള്ള കുട്ടി ചെയ്യാനിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ആ സമയത്തേക്കാളും കൂടുതൽ ഇവർക്ക് സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം നമ്മൾ കൊടുക്കുക. സ്ലോ ആയിരിക്കും,
അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സമയം വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ക്ഷമ കാണിക്കുക. അപ്പം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക, മനസ്സിലായോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക, ചെയ്യാനുള്ള സമയവും നമ്മൾ കൂടുതൽ കൊടുക്കുക. പിന്നെ അഥവാ കുട്ടിക്ക് അത് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നീ അത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടും എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നത് നമ്മൾ മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്ത് കണ്ടോ അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ അവനെ പോലെ എന്ന് പറയാൻ പാടില്ല. അതുപോലെയാണ് ചെയ്യേണ്ടത്. നമുക്ക് മോഡൽ ചെയ്ത് കുട്ടിയെ കാണിച്ചു കൊടുക്കും. അതും മനസ്സിലാകും നമുക്ക്. കുട്ടിയെ കൊണ്ട് കൈ പിടിപ്പിച്ചിട്ടോ, ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷെ കൈക്കോ കാലിലോ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെയാണ്. ഇതിപ്പോ കൈക്കും കാലിനും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു സ്ലോ ആണെങ്കിൽ നമ്മൾ അത് എത്രത്തോളം അതിനൊക്കെ നമ്മൾ ക്ഷമ കൊടുക്കേണ്ടി വരും. അത് കഴിക്കട്ടെ, സമയം എടുക്കും. പക്ഷെ ചിലത് കഴിക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പം എന്നും വായിൽ വെച്ച് കൊടുക്കുന്ന അമ്മയ്ക്ക് വേണമെങ്കിൽ നമ്മൾ കൈ പിടിപ്പിച്ച് ചെയ്യിപ്പിക്കാം. നമ്മളും കൂടെ കുട്ടീനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ആ കുട്ടീനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ ചിത്രങ്ങളോ അല്ലെങ്കിൽ ആംഗ്യങ്ങളോ അല്ലെങ്കിൽ മുഖഭാവങ്ങളോ വെച്ചിട്ട് എന്തെങ്കിലും സൂചനകൾ കൊടുക്കാം. ഇപ്പൊ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നതിന് പകരം എപ്പോഴും ഭാഷ യൂസ് ചെയ്യണമെന്നില്ല. ചില സമയത്ത് നമുക്ക് ഭാഷ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ കാണിക്കാം. അങ്ങനെ ചെയ്യും, അങ്ങോട്ട് പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കാണിച്ചു കൊടുക്കുക. പിന്നെ അത് ഓൾറെഡി പഠിച്ച എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ അന്ന് ചെയ്തില്ലേ അതുപോലെ ഇത് ചെയ്യാമേ എന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് കുട്ടിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഇപ്പൊ പലപ്പോഴും നമുക്ക് പാരന്റ്സ് വരുമ്പോൾ പറയുന്നതാണ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും ഡിലേ ഉണ്ടാകും, ചെയ്യത്തില്ല. പലപ്പോഴും പാരന്റ്സ് അവിടെ വരുമ്പോഴേക്കും ആദ്യം പറയുന്നത് പഠിത്തം പുറകോട്ടാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ലെന്നാണ്. ഈ ഒരു ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ, അതായത് ദിനചര്യകൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അത് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് കുഴപ്പമില്ല, എനിക്ക് ഒരു മകനേ ഉള്ളൂ, അത് എനിക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ, ഞാനല്ലേ ചെയ്തു കൊടുക്കണ്ടേ, എന്റെ മകനല്ലേ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിൽ ചെയ്യാത്തത്, അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല. കാരണം നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ട ഒരു പ്രായമുണ്ട്. എപ്പോഴും ഓർക്കുക, നമുക്ക് കൈക്കോ കാലിനോ കാഴ്ചയ്ക്കോ കേൾവിക്കോ ഒന്നും പ്രശ്നമില്ലെങ്കിൽ ആ കുട്ടി 5 വയസ്സിന് മുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യേണ്ടതാണ്. അതായത് ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഡ്രസ്സ് ചെയ്യുക, ചെരുപ്പിടുക, ബ്രഷ് ചെയ്യുക, ഇതെല്ലാം കുട്ടി തനിയെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതൊരു ശീലമായിട്ട് മാറും. എല്ലാത്തിനും മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ആരൊക്കെയാണോ അവരെ ആശ്രയിക്കുന്നതിലോട്ട് പോകും. അപ്പൊ നമ്മളൊരു പ്രായം കഴിഞ്ഞ് നോക്കിയാലും ഇവർക്ക് തനിയെ ചെയ്യാനുള്ള സ്കില്ല് വരത്തില്ല. കാരണം ഡിപ്പെൻഡന്റ് ആയി പോകും. ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ചേച്ചിയോ എനിക്ക് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസം കുട്ടിക്ക് വരും. അപ്പോഴേക്കും ആ സമയമ്പോഴേക്കും നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടിക്ക് നമ്മൾ ഈ ഭാഷയും പഠിത്തവും നോക്കുന്ന പോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനും നമ്മൾ തുടക്കത്തിലേ തന്നെ കുട്ടീനെ പരിശീലിപ്പിക്കുക. സമയം എടുക്കുമായിരിക്കും, എന്നാലും സാറ് നമ്മൾ ക്ഷമ കാണിക്കുക, കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കുക. അപ്പം ബേസിക് സ്കിൽ, നമ്മൾ കൈ കഴുകുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ വായും മൂക്കും മൂടുക, ബ്രഷ് ചെയ്യുക, ഇതെല്ലാം ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ മാതൃകയാക്കണം. ഇപ്പൊ കുട്ടിയോട് നമ്മൾ വാ പൊത്തി തുമ്മുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടിയുടെ മുന്നിൽ നിന്ന് വാ പൊത്താതിരിക്കുവാണെങ്കിൽ അത് മോശമല്ലേ? അപ്പൊ കുട്ടിയെല്ലാം കാണുന്നുണ്ട്. അത് ഏത് കുട്ടികളെ നമ്മൾ കണ്ടാ പഠിക്കുന്ന പലതും. അപ്പൊ നമ്മളും അത് മാതൃകയാക്കുക. അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാട് ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രമീകരിക്കുക. പലപ്പോഴും വീട്ടിൽ അമ്മ നിർബന്ധിക്കുമ്പോഴേക്കും അച്ഛനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ പറയും, വേണ്ട കുട്ടിയല്ലേ ചെയ്തങ്ങ് കൊടുത്തേക്ക്, നിനക്ക് എന്താ പണി, നീ ചെയ്ത് കൊടുത്തേക്ക് എന്ന് പറയും. അല്ല, എല്ലാവരും വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും കുട്ടി ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക. നേരെ മറിച്ച് കുട്ടി പഠിക്കും. ഇപ്പൊ അമ്മ എന്നോട് നോ പറഞ്ഞാലും അച്ഛനോ ഗ്രാൻഡ് പാരന്റ്സോ ഉണ്ട് എന്നോട് യെസ് പറയാൻ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരും മാറുക. കുട്ടിക്ക് വേണ്ടിയിട്ട് ചുറ്റുപാട് അതിനനുസരിച്ച് ക്രമീകരിക്കുക. കുട്ടിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഈ നമ്മളോട് നിയമങ്ങൾ ഉണ്ടാക്കണം. പലപ്പോഴും പാരന്റ്സ് പറയും സ്കൂളിൽ പോകത്തില്ല, അത് 9 മണിയായാലും ഉറക്കമാണ്, 9 മണി കഴിഞ്ഞിട്ട് എഴുന്നേക്കത്തുള്ളൂ, പിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കത്തില്ല, തോന്നുമ്പോഴാണ് ബ്രഷ് ചെയ്യുന്നത്. നമ്മളൊരു നിയമങ്ങൾ ഉണ്ടാക്കണം.
അതായത് ഈ സമയത്ത് എഴുന്നേൽക്കുക, ഈ സമയത്ത് പല്ല് തേക്കുക, ഈ ടൈം ആകുമ്പം ഡ്രസ്സ് ചെയ്യണം, സ്കൂളിൽ ഈ സമയത്ത് റെഡി ആയിട്ട് നിൽക്കുക. അത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ അവരെ കൊണ്ട് പാലിപ്പിക്കുക. നമ്മൾ ടൈം ഒന്ന് റിമൈൻഡ് ചെയ്താൽ മാത്രം മതി, നിങ്ങളത് ചെയ്യുക, ഈ സമയത്ത് ഈ ടൈമായി ഇത് ചെയ്യുക എന്ന്. ഇത് നമ്മൾ പലവട്ടം ഓർമ്മിപ്പിക്കുമ്പോഴേക്കും നമുക്ക് പറയേണ്ടി വരത്തില്ല, അവർ തന്നെ അങ്ങ് ചെയ്തുകൊള്ളും. അപ്പൊ ഇത് കൃത്യമായിട്ടും എല്ലാ ദിവസങ്ങളും മുടങ്ങാണ്ട് ചെയ്യുന്നൊന്നും ഉറപ്പില്ല. അതായത് ഒരു ദിവസം ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം മാറ്റുകയല്ല വേണ്ടത്. അത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കുട്ടി ചെയ്യുന്നു എന്ന് നമ്മൾ എല്ലാവരും ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ ചലഞ്ചിങ് ബിഹേവിയർ നോക്കുമ്പം എപ്പോഴൊക്കെയാണ് ഈ ഒരു ബിഹേവിയർ കാണിക്കുന്ന ഈ പ്രശ്നം, അതായത് ഉപദ്രവിക്കുക അല്ലെങ്കിൽ വാശി കാണിക്കുക, നിർബന്ധം കാണിക്കുക, ഇങ്ങനത്തെ ഈ സ്വഭാവങ്ങൾ എപ്പോഴൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ നോട്ട് ചെയ്യുക. എപ്പോഴും ഓർക്കുക, കുട്ടി ഒരു പർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. ഒരു കാരണവും ഇല്ലാത്ത ഒരു കുട്ടി ഒരു സ്വഭാവം കാണിക്കത്തില്ല. എന്ത് സ്വഭാവമാണെങ്കിലും, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് സ്വഭാവങ്ങളും കുട്ടിക്ക് ഒരു കാരണം ഉണ്ടാകും. അപ്പം അത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് നോട്ട് ചെയ്ത് വെക്കുക, നമ്മൾ എഴുതി വെക്കുക. കാരണം നോക്കുക, എന്തുകൊണ്ടാണ് അതിന് പ്രകോപനം ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്. ഈ ദേഷ്യപ്പെട്ടതിന് ശേഷം സംഭവിച്ചു, കുട്ടി ഏത് രീതി പെരുമാറി, നമ്മൾ എന്ത് ചെയ്തു, ഇതൊന്ന് മൂന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് കൃത്യം കാരണം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ കാരണം നമ്മൾ മാറ്റുകയല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് കുട്ടിയുടെ സ്വഭാവം നമുക്ക് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ ചുറ്റുപാട് എപ്പോഴും മാറ്റുക. ഇപ്പൊ നോ ആണെങ്കിൽ നോ തന്നെ അങ്ങ് പറയുക. പിന്നെ കുട്ടി നമുക്ക് എപ്പോഴും നമ്മളെല്ലാം ഇമ്പോസ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. നീ അത് ഇത് ചെയ്യുക, അങ്ങനെയല്ല, ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം ഹോംവർക്ക് ചെയ്യണോ അതോ ഫുഡ് കഴിക്കണോ? അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. അല്ലാതെ നമ്മൾ എപ്പോഴും ഈ സമയത്ത് ഇത് ചെയ്യണം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കണം ഈ ടൈം. അല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് ഓപ്ഷൻ വെക്കാം ഏതാണ് ചെയ്യേണ്ടത്. പക്ഷെ രണ്ടും നമ്മൾ ചെയ്യണം. നമ്മൾ ഈ ടൈം ആ ഒരു വെച്ചതിന് ശേഷം നമുക്ക് പറയാം ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് നമുക്ക്. അപ്പൊ കുട്ടിക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അത് മാത്രമല്ല ചില സ്വഭാവങ്ങൾ നമ്മൾ അവഗണിക്കുക തന്നെ വേണം. ഇപ്പൊ പുറത്ത് പോകുമ്പം വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്കൂളിലും പ്രശ്നമില്ല, പുറത്തിറങ്ങുമ്പോൾ സ്വഭാവം മാറുന്നു. ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും അത് പലപ്പോഴും പാരന്റ്സിന്റെ മുന്നേ ആയിരിക്കും. അപ്പം വീട്ടിൽ മൊബൈലിൽ ചോദിക്കാത്ത കുട്ടി പുറത്ത് പോകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ ഒക്കെ കുറച്ച് ആൾക്കാർ കൂടുതൽ അത് ഉണ്ടെങ്കിൽ അന്നേരം ഫോണിന് വേണ്ടി വാശി കാണിക്കുന്നു. പലപ്പോഴും പാരന്റ്സ് അങ്ങ് കൊടുക്കും. അപ്പം പാരന്റ്സ് പറയും വീട്ടിൽ അങ്ങനെ ചോദിക്കാറില്ല. ഇവിടെ ആകുമ്പോഴേക്കും കരഞ്ഞ് വാശി പിടിക്കുമ്പോൾ പാരന്റ്സ് പലപ്പോഴും ഈ കരച്ച് നിർത്താൻ വേണ്ടി അങ്ങ് ഫോൺ കൊടുക്കും. അപ്പോൾ ചില സ്വഭാവങ്ങൾ നമ്മൾ അവഗണിക്കുക. അല്ലാതെ നമ്മൾ സമൂഹത്തെ പേടിച്ചിട്ട് നമ്മളത് കൊടുത്തേക്കാം അങ്ങനൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വഭാവം കൂട്ടുവായി ചെയ്യുന്നത് കുട്ടി വീണ്ടും ഇത് ആവർത്തിക്കും. വേറെ എവിടെ പോകുമ്പോഴും കുട്ടി ഇത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓർക്കുക, എപ്പോഴും നമ്മൾ ഒരു റൂള് വെക്കുമ്പോൾ അത് സ്ഥിരത നമ്മൾ കാണിക്കണം. മാത്രമല്ല നമ്മളിപ്പോ ഒരു കാര്യം ഇന്ന് നമ്മൾ ചെയ്തു, നാളെ ചെയ്തു, മറ്റന്നാള് ചെയ്യാതിരിക്കരുത്. തുടർച്ചയായിട്ട് ഒരു മാസം കൃത്യമായിട്ട് നമ്മളിത് റൂള് പാലിക്കുവാണെങ്കിൽ ആ ഒരു മാസം കഴിയുമ്പോഴേക്കും കുട്ടി അത് നമ്മൾ പറയാതെ തന്നെ കുട്ടി തനിയങ്ങ് ചെയ്തോളും. നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതിപ്പോ ഓക്കെ ആയി വ്യത്യാസം നിർത്തിയേക്കും, അങ്ങനെയല്ല, സ്ഥിരമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പറഞ്ഞതണക്കെ വ്യക്തമായിട്ട് കുട്ടിയോട് സംസാരിക്കുക. നിർദ്ദേശം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഓർമ്മയുണ്ടല്ലോ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്, ഈ സമയത്ത് എന്താ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക. കുട്ടിയോട് മനസ്സിലായോ എന്ന് വീണ്ടും ചോദിക്കുക. പിന്നെ ദൈർഘ്യമേറിയതായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ജോലികളൊക്കെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക. അറ്റ് എ ടൈം നമ്മൾ ഒരുമിച്ച് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത്. സമയം എടുത്ത് പതിയെ കുട്ടികളോട് ചെയ്യിപ്പിക്കാൻ നോക്കുക. അതുപോലെ തന്നെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിക്കാനും ആശയവിനിമയം ചെയ്യാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലത് തന്നെ പറയണം. നല്ലൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരുടെ ശ്രമങ്ങൾ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കുട്ടികൾ ഇപ്പൊ നിങ്ങളെ പല കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, മാറ്റങ്ങൾ വരും. പക്ഷെ സമയമെടുത്ത് നമ്മളും ആ ക്ഷമ കാണിക്കുക. താങ്ക് യു. താങ്ക് യു മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഉപകാരപ്രദമായ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക്സ് മാം. ഇനിയൊരു ചോദ്യോത്തര വേളയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്ന അവസരമാണിത്. ഭൗതിക വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം.
ഇത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ് കവർ ചെയ്തത്. എന്നാൽ കൂടി മറ്റ് ബുദ്ധിമുട്ടുകളും ഭൗതിക വെല്ലുവിളിയിൽ കാണപ്പെടുന്നുണ്ട്. സംസാരം, ആശയവിനിമയം, ചലനശേഷി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംശയ നിവാരണത്തിനായി ഈ ഒരു ചോദ്യോത്തര വേളയിൽ അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അഞ്ജു മാഡത്തിനോടൊപ്പം. സംസാരം, ആശയവിനിമയം ബന്ധപ്പെട്ട സംശയങ്ങൾക്കായി സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് മിസ് അശ്വതി മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫിസിയോതെറപ്പിസ്റ്റ് മിസ് ഷൈനി MT. ഒപ്പം അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയ നിവാരണത്തിനായി മിസ് രജിത, സോഷ്യൽ വർക്കർ. വെൽക്കം. ഇനി എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കുകയോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഹലോ നമസ്കാരം മാഡം. ചോദിച്ചോളൂ അമ്മ. മാഡം, എനിക്ക് 4.5 വയസ്സായ മോനാണുള്ളത്. അപ്പം അവനിപ്പം നഴ്സറിക്കകത്ത് പോയി ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബഹളമാണ്, ഭയങ്കര കരച്ചിലാണ്. അപ്പൊ അത് കണക്കിന് ഒരു പൊതു സ്ഥലത്ത് പോകുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവൻ വീട്ടിലൊക്കെ നല്ല സൈലന്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് മോൻ 1.5 വയസ്സൊക്കെ ആയപ്പോ സംസാരിക്കാൻ തുടങ്ങിയപ്പോ നല്ലതുപോലെ സംസാരിച്ച് വന്നെയാണ്. അപ്പം അതിനുശേഷം കുറെ നാളുകൊണ്ട് സംസാരിക്കാതെയൊക്കെ ആയി, ഒട്ടും വലിയ വാക്കുകളൊന്നും പറയൂലായിരുന്നു. ഇപ്പൊ അവൻ ഒരുവിധം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. എന്റെ പേര് വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ല, വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു പൊതു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നഴ്സറി പോകുമ്പം ഒരേപോലെ കരച്ചിലാണ്, ക്ലാസ്സിൽ ഇരിക്കൂല. അപ്പൊ അതിന്റെ ഒരു ഇത് കാരണം ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നഴ്സറി പോലും വിടണില്ല, മാനസികമായിട്ടൊരു വിഷമം. അപ്പൊ അതിനെന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമോ മാഡത്തിന്? കുട്ടിയുടെ വയസ്സ് എത്രയെന്നാ പറഞ്ഞ? 4.5 അല്ലേ? 4 വയസ്സായി. 4.5. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണ്. ആൺകുട്ടി. എത്ര നാളായിട്ട് നഴ്സറി പോകുന്നുണ്ട്? അവൻ ത്രൂ ഔട്ട് നഴ്സറി ഇപ്പം 1 വർഷത്തിന് ഇപ്പുറം വെച്ച് കഴിഞ്ഞ ജൂൺ മുതൽ പൊക്കോണ്ടിരുന്നതാണ്. കുറച്ച് നാള് പോയതിനു ശേഷം ഹസ്ബൻഡിന്റെ അമ്മ മരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നാളങ്ങ് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ടാക്കി. പക്ഷെ ഇവൻ കൊണ്ടാക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ടീച്ചറും പറഞ്ഞു, എന്നാ കൺഫേം ചെയ്തു, ഒരുപോലെ കരച്ചിലാണ്, വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയാൻ പറ്റും. മറ്റുള്ള കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്ന് വരട്ടെ എന്നുള്ളത് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതവിടെ ഒരു വിഷയമാണ് അവന്റെ കാര്യം. അങ്ങനെ ഒരു അത് കണക്ക് തന്നെ ഒരു വിശേഷത്തിനൊക്കെ പോകുമ്പോൾ എനിക്കോ ഹസ്ബൻഡിനോ ഉള്ള ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, അവൻ ജോയിൻ ചെയ്ത് പോകും. പക്ഷെ പുറത്ത് അധികം ആളുകളുടെ കൂട്ടത്തിലാകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇറിറ്റേഷനും ഒരു ബഹളവും ഒരു ബുദ്ധിമുട്ടുമാണ്. ഇരിക്കൂല, നിന്ന് അവരെ കൂടെ ഇടപഴകി വരൂല. അല്ലാതെ ആളുകൾ യാതൊരു പ്രശ്നവുമില്ല. അവന് ചോറ് ചോദിക്കും, ആഹാരം കൊടുത്തെടുത്ത് കഴിക്കും. ടോയ്ലറ്റിൽ പോകൂല, വെളിയിലാണ് ഇതിന് പോണത്. പക്ഷെ എന്നാലും പോണമെന്ന് പറഞ്ഞ് തന്നെ അവൻ പോകും, തനിയെ കുളിക്കും. മറ്റുള്ള അവനെ അപേക്ഷിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെന്റെ 3ാമത്തെ മകനാണ്. മൂത്ത 2 മക്കളും മുതിർന്നതാണ്. മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ +2 പഠിക്കുന്നു. പക്ഷെ ഇപ്പൊ അതിനുശേഷം ഒരു 14 വർഷത്തിന് ശേഷം കിട്ടിയൊരു മകനാണ്. അവർക്ക് ആർക്കും ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും കണ്ടിട്ടില്ല. അപ്പൊ ഇവനിൽ ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര ഒരു വല്ലാത്ത ഒരു വിഷമം. അമ്മ, ഈ നഴ്സറി പോയ നാളെ തൊട്ട് ബുദ്ധിമുട്ടുണ്ടോ, അതോ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണോ? എത്ര നാളായിട്ട് ഈ കരച്ചില് കാണിക്കുന്നുണ്ട് കുട്ടി? നഴ്സറി പോയി ഇരിക്കുമ്പോൾ കുറെ നേരം ത്രൂ ഔട്ട് കരയും മാഡം. കുറെ നേരം ത്രൂ ഔട്ട് കരഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചു നേരം ചുമ്മാതിരിക്കും. കഞ്ഞിയൊക്കെ കൊടുത്ത സ്കൂൾ കൊണ്ട് ടീച്ചർ പറഞ്ഞു കൊടുത്ത് കുറച്ചു നേരം കഴിക്കും.
പിന്നെ ഒരു ഉച്ചവരെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചങ്ങ് റിലാക്സേഷൻ ആയി, പിന്നെ ചുമ്മാ അവിടെ ഇരിക്കും, ആഹാരമൊക്കെ കഴിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷെ എന്നാലും 1-2 മണിക്കൂറത്തേക്ക് ഒരേപോലെ കരച്ചിലായിരിക്കും. അമ്മ ഞാൻ ചോദിച്ചത് നഴ്സറി പോയി തുടങ്ങിയ നാളെ തൊട്ടേ കരച്ചിലുണ്ടോ അതോ ഈ ഇടയ്ക്ക് ഇങ്ങനെ തുടങ്ങിയതാണോ എന്നാണ്. അല്ല, നഴ്സറി പോയ നാളെ തൊട്ടേ ഉണ്ട്, കരച്ചിൽ തന്നെയാണ് അവന്. ഇതിനു മുൻപ് എവിടെയും കാണിച്ചിട്ടുണ്ടോ കുട്ടിയെ? ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിലോ കാണിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ഹോസ്പിറ്റലിലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടുപോയപ്പോ അപ്പൊ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചു, അവിടെ കിടന്ന് ഭയങ്കര ബഹളം കാണിച്ചപ്പം ഡോക്ടർ വന്ന്, മാഡം വന്ന് പെട്ടെന്ന് അവനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 4 പേര് കൂടുന്ന ഒരു സദസ്സിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാഡം എന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഇതിനെ പറ്റി ഏതെങ്കിലും ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ കൊണ്ടപ്പോ അവന്റെ രീതികളിൽ മാറ്റം വന്നു കണ്ടപ്പോൾ അതൊന്നും ആയിരിക്കില്ല, കുട്ടികളല്ലേ, കൊച്ചല്ലേ എന്നുള്ളതൊരു കൺക്ലൂഷൻ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും വന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവനിക്ക്. കാര്യം ഒരു പൊതു സ്ഥലത്ത് പോകുമ്പോഴോ ഇങ്ങനെ നഴ്സറി പോകുമ്പോഴോ ഒക്കെ മറ്റുള്ള കുട്ടികളുമായിട്ടൊന്നും എനിക്ക് വലിയ മിംഗ്ലിംഗ് ഇല്ല. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം തിരുവനന്തപുരം നെടുമങ്ങാട്. അതെ. അമ്മയ്ക്ക് ഇവിടെ നിഷില് കൊണ്ടുവരാൻ പറ്റുമോ? എവിടെയാണ് മാഡം വീട്? ആക്കുളത്താണ്. ആക്കുളം ഉള്ളൂര് കഴിഞ്ഞിട്ടാണ് ആക്കുളം. നിങ്ങളുടെ മൊബൈൽ നമ്പർ പറയുവാണെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം, അങ്ങോട്ടേക്ക് വിളിക്കാം. മാഡം ഹസ്ബൻഡിന്റെ നമ്പർ തരട്ടാ? ഞങ്ങള് പറഞ്ഞോളൂ. 70 34 29 43 ലാസ്റ്റ് കേട്ടില്ല അമ്മ. 53. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 7303429435 ഒരു നമ്പറും കൂടി തരാം മാഡം, അതിൽ കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇൻഫോം ചെയ്യാം. പറഞ്ഞോളൂ. 9895 803 836 9895803836. അതെ, ഹസ്ബൻഡിന്റെ നമ്പറാണ്. അപ്പൊ ഹസ്ബൻഡിനാകുമ്പം ഈ സ്ഥലത്ത് വരാനും അറിയാൻ പറ്റും. മാഡം പറയുന്നത് ഒന്ന് കൺഫേം ചെയ്ത് പറഞ്ഞാൽ ഹസ്ബൻഡ് അതനുസരിച്ച് ക്ലിയർ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു മാഡം. ശരി. മാം ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. അത് ഈ സോഷ്യൽ സ്കില്ലിനെ കുറിച്ചായിരുന്നു. എന്റെ കുട്ടിക്ക് സോഷ്യൽ സ്കില്ലാണ് കുറച്ച് ബാക്കോട്ടുള്ളത്. ബാക്കിയൊക്കെ പഠിക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുത്താല് പഠിക്കുന്നൊക്കെ കൂട്ടത്തിലാണ്. 9 വയസ്സാണ് കുട്ടിക്ക്. പക്ഷെ പുറമേ ഉള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ, അവരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യാൻ, അങ്ങനെയൊക്കെ കുറച്ച് ലാക്ക് വരുന്നു. പ്രത്യേകിച്ച് ഇത് ഈ കോവിഡ് ടൈമില് ഫുള്ള് അടച്ചിരിക്കുന്ന സമയത്ത്, ലോക്ക്ഡൌൺ കാലത്ത് വന്ന ഇഷ്യൂ ആണിത്. അത് പുറത്തു വന്നതാണോന്ന് എനിക്കറിയില്ല. മുമ്പും അവൻ കുറച്ച് സംസാരിക്കുമെങ്കിലും ക്ലിയർ ആയിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ 2 വർഷത്തിന് ശേഷം സ്കൂളിൽ ചേരുമ്പോൾ അവന് വല്ലാതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പിന്നെ അപ്പം ഈ പുറത്തേക്ക് പോയിട്ട് എങ്ങനെ അവരടുത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം അവന് ഒന്നും ചെയ്യില്ല. ബാക്കിയൊക്കെ അവൻ പ്രോപ്പറാണ്. എങ്ങനെ ഇപ്പോഴത്തെ ബൂഫേ സിസ്റ്റം ആണെങ്കിൽ അതനുസരിച്ചിട്ട് ഭക്ഷണം എടുത്ത് അങ്ങനെ വലിയ മാനേഴ്സിന് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ അവന് സംസാരിക്കില്ല. ബാക്കിയുള്ളവരുടെ പേര് ചോദിച്ചാൽ തന്നെ പറയാനൊരു പേടി, എല്ലാത്തിനോടും ഒരു പേടിയാണ്. കുഞ്ഞിന് എത്ര വയസ്സായിരുന്നു അമ്മ? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ അശ്വതിയാണ്, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. അപ്പോൾ എത്ര വയസ്സായിരുന്നു കുഞ്ഞിന്? 9 വയസ്സാണ്. 9 വയസ്സ്.
ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഫുള്ള് ടിവിയോ ഫോൺ അങ്ങനെയൊക്കെ വെച്ചിരുന്നു മുമ്പോന്, അങ്ങനെ എക്സ്പോഷർ ഉണ്ടായിരുന്നോ? സ്ക്രീൻ ടൈം എക്സ്പോഷർ ഉണ്ടായിരുന്നോ ഒത്തിരി? അവന് കാരണം അവന്റെ ഏജിലുള്ള കുട്ടികളെ വെച്ചിട്ട് അവന് സ്ക്രീൻ എക്സ്പോഷർ കുറവായിരുന്നു. പിന്നെ കോവിഡ് ടൈമില് ബാംഗ്ലൂരിലെ സിലബസ് ആണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ 2 വർഷം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അവൻ കുറച്ചു നേരം നോക്കിയിട്ട് അവൻ പോകും. അവന് കണ്ണു വേദനിക്കുന്ന, തലവേദനിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ പോവായിരുന്നു. കോവിഡിന് മുന്നേ ഉള്ള ഡെവലപ്മെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണോ നടന്നിരുന്നത്? കറക്റ്റ് സമയത്ത് സംസാരിച്ചു തുടങ്ങുക, അങ്ങനെയുള്ളത് ജനിച്ചു കഴിഞ്ഞ് കറക്റ്റ് സമയത്തിൽ സംസാരിച്ചു തുടങ്ങുക, പിന്നെ സെന്റൻസിൽ അവന് കമിഴ്ന്നതും നിരങ്ങി നീങ്ങുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കുകയും ചെയ്തു, നടക്കേണ്ട സമയത്ത് നടക്കുകയും ചെയ്തു. അതിനുശേഷം ഓക്കെ ആയിരുന്നു. സംസാരമൊക്കെ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ ആവശ്യമുള്ള കാര്യം തന്നെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നു. ചെറുപ്പത്തിലെ പാട്ടൊക്കെ പാടുമായിരുന്നു, ക്ലിയർ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവന് റൈംസ് ഒക്കെ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ നന്നായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്യും. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ അവന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതോ വീട്ടിലുള്ളവരടുത്തും അതേ പ്രയാസങ്ങളെല്ലാം ഉണ്ടോ? വീട്ടില് അവന്റെ അച്ഛനോടും എന്നോട് സംസാരിക്കുമായിരുന്നു. പറയുന്ന കാര്യം ക്ലിയർ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും അതിശയായിരുന്നു, ഇത്ര ചെറുപ്പത്തില് കൊഞ്ഞലൊന്നും ഇല്ലാതെ സംസാരിക്കുമായിരുന്നു അവൻ. പിന്നെ ഒരു ഹസ്ബൻഡിന്റെ അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ ഓക്കെ ആയിരുന്നു. അവരുടെ കൂടെ ഒക്കെ പോവാനും അവൻ ഓക്കെ ആയിരുന്നു. ചിരിക്കാനും സംസാരിക്കുന്നില്ലെങ്കിലും നല്ലൊരു പ്ലസന്റ് മൈൻഡിൽ ചിരിച്ചിട്ട്, പ്ലസന്റ് ഫേസിൽ ചിരിച്ചിട്ട് അങ്ങനെ ഡീൽ ചെയ്യുന്നു. നമുക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷന്റെ ആവശ്യമുണ്ട്. എന്താണ് മോൻ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഡിഫിക്കൽട്ടി എന്താണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊരു ജനിച്ച് 1 വയസ്സൊക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങള് ഒറ്റവാക്കിലൊക്കെ വർത്തമാനം പറയണം, അത് കഴിഞ്ഞ് 2 വാക്ക് ചേർത്ത് പറയണം, പിന്നെ അത് സെന്റൻസിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങണം. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് സ്പീച്ചിന്റെ ഡെവലപ്മെന്റ് പോകേണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്. നമ്മുടെ ബാക്കി ഏത് ഡെവലപ്മെന്റ് പോലെ തന്നെയാണെങ്കിലും ഇതിനും ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അവന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ, അതോ മറ്റെന്തെങ്കിലും അതിന് തടസ്സം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇനിയിപ്പോ സ്കൂളിൽ മാത്രമാണോ അവൻ അങ്ങനെ സംസാരിക്കാതിരിക്കുന്നത്, അതോ മറ്റ് ഏതെങ്കിലും പെർട്ടിക്കുലർ ആൾക്കാരോടാണോ അങ്ങനെ സംസാരിക്കാതിരിക്കുന്നത്, സംസാരം തന്നെ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയാ സ്ഥലം? മാഡം എവിടെയാ താമസിക്കുന്നത്? ഞങ്ങൾ കാസർഗോഡാണ്. കാസർഗോഡാണ്. ഓക്കെ. അവിടെ അടുത്ത് തന്നെ ഈ BRCയുടെ ഇതിലുള്ള സ്പീച്ച് തെറപ്പിസ്റ്റും ഒക്കെ ഉണ്ടാകും. അപ്പൊ അവരുമായിട്ടൊന്ന് എത്രയും വേഗം കോണ്ടാക്ട് ചെയ്ത് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. അവന് ഏജിനനുസരിച്ചുള്ള ലാംഗ്വേജ്. അവന് സ്പീച്ചിന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അല്ലെ? അല്ല, അവന് സ്പീച്ച്, അവനകത്ത് സ്പീച്ച് ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കാനും SST ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. SSTയില് ചേർക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. സ്പീച്ചിനും സ്ലോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം സ്പീച്ച് അവന്റെ അകത്തുണ്ട്, അത് എങ്ങനെ പുറത്ത് സോഷ്യലായിട്ട് പോകണം എന്നുള്ളത് SST വഴി ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോ ഒരു പേടിയാ, അവന് മിസ്റ്റേക്സ് ചെയ്യാൻ പേടിയാണ്. അവൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. മിസ്റ്റേക്സ് ചെയ്താല് എന്തെങ്കിലും, ഇപ്പൊ നമ്മള് മിസ്റ്റേക്സ് എന്നാണല്ലോ പഠിക്കുക ഓരോ കാര്യങ്ങള്, പക്ഷെ അവന് മിസ്റ്റേക്സ് ചെയ്താൽ എന്തോ സംഭവിക്കും, അങ്ങനെ ഒരു ടെൻഷനാണ്. അതെ, അതപ്പോ കുഞ്ഞുങ്ങൾക്ക് ഡിലേ ഉണ്ടാകുമ്പോ തന്നെ അവർ ഡിലേ ഉണ്ടായിരിക്കുകയും അതിനോടൊപ്പം അവർക്ക് പതുക്കെ സ്പീച്ച് തെറപ്പിയോ മറ്റോ കൊടുക്കുമ്പോൾ അവർ പതുക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. ആ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു ചെറിയ ഭയം കാണും. കാര്യം അവർ പറയുന്നത് കറക്റ്റാണ്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മൾ അറിയാത്തൊരു ഭാഷ സംസാരിക്കുമ്പോൾ, നമ്മളത് അറിയുന്ന ആളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അത് നമുക്ക് തെറ്റാണോ പറയുന്നത് എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. അതുപോലെ ഇവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അത് അവരുടെ കോൺഫിഡൻസിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ശരിക്കും പറഞ്ഞ സ്പീച്ച് തെറപ്പി ഇനിയും മുന്നോട്ട് അവന് കുറച്ചു നാളും കൂടി കൊടുക്കേണ്ടി വരും. അവന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും മറ്റുള്ളവർ, അതായത് സോഷ്യൽ സ്കിൽസ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് പല രീതിയിലുള്ള പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടുള്ള സ്പീച്ച് തെറപ്പി എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്.
അപ്പൊ നിങ്ങൾക്ക് വീടിനടുത്ത് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പീച്ച് തെറപ്പി സെന്റർ ഉടനെ തന്നെ പോവുകയും അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അവൻ ഇനിയും കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാം ഓക്കെ മാം. മാം ഞാൻ പറയണ കേൾക്കാൻ പറ്റണ്ട മാം? ഹലോ 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 കേൾക്കാം അമ്മ, പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. എന്റെ മോനിപ്പ 3.25 വയസ്സായി. ഇപ്പൊ അംഗൻവാടി പോയി തുടങ്ങിയിട്ടുണ്ട് ആള്. പക്ഷെ ആൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും ഒരുപാട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. പറയണൊന്നും മനസ്സിലാവണില്ല പുള്ളി കൊച്ചു പറയണത്. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? 3.25 വയസ്സായി അല്ലേ? ഇപ്പൊ അംഗൻവാടിയിൽ ജോയിൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി 1 വയസ്സൊക്കെ ആയപ്പോ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങിയിരുന്നോ? ഇല്ല, അവൻ കമന്നത് 10 മാസമായിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയിരുന്നു, എല്ലാം ലേറ്റ് ആയിരുന്നു അല്ലേ? എല്ലാം ലേറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ നമ്മുടെ നിഡാസിന്റെ ക്ലാസ്സിൽ ഫിസിയോതെറപ്പിസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് പഞ്ജു മാഡം സംസാരിച്ചിരുന്നു. ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും, അതായത് ഭൗതികമായിട്ടുള്ള ലൈക്ക് സൈക്കോളജിക്കൽ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും കോഗ്നീഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണെങ്കിലും സ്പീച്ച് ഡെവലപ്മെന്റ് ആണെങ്കിലും ഇതിലെല്ലാത്തിലും കുഞ്ഞിന് ഡിലേ ഉള്ളത് പോലെയാണ് എനിക്ക് കേട്ടിട്ട് മനസ്സിലാകുന്നത്. അപ്പോ നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിരീക്ഷിക്കണം. അവൻ ഇപ്പോഴത്തെ കുഞ്ഞിന്റെ ലെവൽ എന്താണ്, ഈ സംസാര ഭാഷയിലാണെങ്കിലും ബാക്കി എല്ലാ മേഖലകളിലും കുഞ്ഞിന്റെ ലെവൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഫിസിയോതെറപ്പിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിന്റെയും സ്പീച്ച് തെറപ്പിസ്റ്റിന്റെയും എല്ലാം സഹായത്തോടു കൂടി കുട്ടിയെ അസസ്മെന്റ് എല്ലാം ചെയ്ത് അവന് വേണ്ടുന്ന തെറപ്പികളെല്ലാം കൊടുക്കണം. എന്നാൽ മാത്രമേ അവൻ ആ ഒരു ഡിലേയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ. ബാക്കി എല്ലാത്തിലും അവൻ ആക്റ്റീവ് ആണ്. അവൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചില വാക്കുകൾ ഇന്നതാണ് അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാകും. ക്ലാരിറ്റി പ്രോബ്ലം, അതായത് ഡിലേ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ക്ലാരിറ്റിയിലും പ്രോബ്ലം വന്നിരിക്കും. ഇപ്പൊ 1 വയസ്സിൽ പറയേണ്ടുന്ന കാര്യം അവൻ ചിലപ്പോൾ 2 വയസ്സിലോ 2.5 വയസ്സിലോ ആയിരിക്കും പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നാച്ചുറലി കുട്ടിക്ക് ആ ഒരു ഡിലേ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു അക്ഷരപ്പേശക്, സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു അക്ഷരപ്പേശകും എല്ലാം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എന്തായാലും കുഞ്ഞിനെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിക്കുകയും തെറപ്പി എടുക്കുകയും അത്യാവശ്യമാണ്. കാര്യം ഇപ്പൊ 3.25 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മൾ എത്രയും നേരത്തെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും തന്നെ വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് വരും. ഓക്കെ മാം, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഹലോ മാം, എൻ്റെ മോന് 18 വയസ്സായി. മോന് ഒരു മൈൽഡ് ഓട്ടിസമാണ്. അപ്പോ അവന് മെന്റലി റിട്ടാർഡും കൂടെ ചേർത്തിട്ടാ. അപ്പൊ ഇപ്പൊ ഡ്രാവറ്റ് സിൻഡ്രോമിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇപ്പൊ ഫിറ്റ്സ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സ്പീച്ച് ഒക്കെ കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കുറച്ചു നാൾക്ക് മുമ്പ് വരെ അവനെ ഒറ്റയ്ക്കായിട്ട് കിടക്കാറുണ്ട്. ഹലോ അപ്പൊ മോന് രാത്രി ഉറങ്ങുന്ന സമയം മാറ്റി കിടത്താറുണ്ട് ഒറ്റയ്ക്കായിട്ട്. അപ്പോ കിടന്ന് നമ്മള് ഡോറ് ലോക്ക് ചെയ്യുന്നത്. ടീനേജ് പ്രോബ്ലം കുറച്ചുണ്ട്. അപ്പോ മോന്റെ ഇളയത് ഒരു മോള് കൂടെ ഉണ്ട്. അവൾക്ക് 16 വയസ്സായി. അപ്പൊ അവളുടെ അടുത്താണ് ഇവന്റെ ഒരു എമോഷൻസ് ഒക്കെ അവൻ കാണിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നൈറ്റില് ഇങ്ങനത്തെ പ്രോബ്ലം വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ മാറ്റി കിടത്താറുണ്ട്. ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ എത്ര തന്നെ അവന്റെ റൂമിൽ മാറ്റി കിടത്തിയാലും അടുത്ത സെക്കൻഡ് അവൻ ഉറങ്ങാതെ ഡോറ് തട്ടി തട്ടി ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ മോൻ ഇങ്ങനെ മാറി കിടക്കണം, മോൻ ഇത്ര വയസ്സായി, മോൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും അവനത് മനസ്സിലാക്കിയാൽ പോലും അവനൊരു എന്തോ ഉള്ളിലൊരു പേടി പോലെ, എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ എന്തോ സംഭവിക്കും എന്നുള്ള ഒരു ഇതുപോലെ അവന്റെ മുഖഭാവത്തിലൊക്കെ ഇത്തിരി മാറ്റം വരും.
അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്ഥിരം ഇപ്പൊ എന്റെ അടുത്താ കിടക്കുന്നത്. ഞാൻ എത്ര തന്നെ പറഞ്ഞാലും അവനത് കേൾക്കാറില്ല. അപ്പോ നമുക്കത് എന്താ ചെയ്യാ മാഡം? 18 വയസ്സെന്നല്ലേ പറഞ്ഞത് കുട്ടിക്ക്? അതെ അതെ. നമ്മ പെട്ടെന്ന് നമ്മളൊരു ദിവസം കുട്ടിയെടുത്ത് മാറി കിടക്കാൻ പറഞ്ഞാല് അത് കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് പക്ഷെ മകന്റെ കൂടെ മകളെ കിടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നത് പോലെ തന്നെ ഒരു റൂമിൽ കിടക്കുക, പക്ഷെ സെപ്പറേറ്റ് ബെഡില്. ഒരു ബെഡിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഒരു റൂമിൽ തന്നെ അടുത്തടുത്തും പാടില്ല, രണ്ടറ്റത്തായിട്ട് ബെഡ് ക്രമീകരിക്കുക, അങ്ങനെ കിടക്കുക തുടക്കത്തില്. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ അങ്ങനെ തുടങ്ങേണ്ടത്. പെട്ടെന്ന് ഒരു ദിവസം ചെയ്താൽ കുഞ്ഞിനെന്ത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, അത് ചെയ്യത്തുമില്ല. ഓക്കെ, കുറച്ചു നാള് മാം അത് അവൻ ഒറ്റയ്ക്കായിട്ട് കിടന്നിട്ടുണ്ട്, കുറെ നാൾ അങ്ങനെ കിടന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറ്റിയത് വീണ്ടും? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. എത്ര പിന്നെ നാളാണ് അവൻ കിടക്കാറില്ല. അതിനുശേഷം ഈ കുറെ നാൾ ഒറ്റയ്ക്ക് കിടന്നു എന്ന് പറഞ്ഞല്ലേ, അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എവിടെയെങ്കിലും യാത്രയിൽ പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പൊ മാറ്റി ഒരു രാവിലെ ഒരു നൈറ്റ് ഉറങ്ങും, അങ്ങനെ ഒറ്റയ്ക്ക് കിടത്തിയപ്പോ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ ബെഡ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, തണുപ്പുള്ള സമയങ്ങളിൽ ഇടയ്ക്ക് ബെഡ് ഉണ്ടാകാറുണ്ട്. അപ്പോഴേ എഴുന്നേറ്റ് ഡോറ് തട്ടും. അപ്പൊ ഞാൻ പോയി തുറന്നു കൊടുത്ത് ഷീറ്റെല്ലാം മാറ്റി അവന്റെ ഡ്രസ്സും മാറ്റിച്ച് കഴുകി കൊടുത്ത് അങ്ങനെ പിന്നെ പാട്ടുപാടി ഉറക്കി അങ്ങനെ വന്ന് കിടക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, മോൻ ഇനി ഡോറ് കൊട്ടരുത്, അമ്മയ്ക്ക് ഉറങ്ങണം, എല്ലാവർക്കും ഉറങ്ങണം, അതുകൊണ്ട് മോൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അവൻ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ പാട്ടുപാടി അവനെ ഉറക്കുമ്പോ അവൻ ഉറങ്ങി തീർന്ന് പിന്നെ രാവിലെ എഴുന്നേക്കാറുള്ളത്. ചില സമയം മാത്രം വാശി പിടിക്കും, എന്റെ അടുത്ത് തന്നെ കിടക്കണമെന്നുള്ള ഇതില് വാശി പിടിക്കും. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഏതോ ഒരു ദിവസം തൊട്ട് ഇവൻ അങ്ങനെ കിടക്കാറില്ല. അതെ, ആ ദിവസം എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയോ അങ്ങനെ ചെയ്തായിരുന്നോ? നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി സ്വപ്നം കണ്ട് വല്ലതും പേടിച്ചതാണോന്നും നമുക്ക് അറിയില്ല. ഇതിപ്പോ എത്ര ദിവസമായി ഇപ്പൊ കൂടെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ കൂടെ കിടന്നിട്ട് ഒരു 2 മാസത്തോളം ആവുന്നു. അത് ഇനി തുടർച്ചയായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കിടക്കുകയാണെങ്കിൽ എന്റെ കയ്യിലേ കിടക്കുള്ളൂ. ഇല്ല, അത് നമ്മൾ എത്ര നാൾ അങ്ങനെ കിടത്തും? അതെ അതെ അതെ. അപ്പൊ അച്ഛൻ പറയും, അവന്റെ അച്ഛൻ പറയും, മോൻ ആൺകുട്ടിയാണ്, മോൻ അച്ഛന്റെ കൂടെ വന്ന് കിടക്ക്, അമ്മയെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോലും അച്ഛൻ പറയുന്നത് അവന് താല്പര്യമില്ല. ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉടനെ മുഖമൊക്കെ മാറ്റിക്കളയും, അതിന് റെസ്പോണ്ടും ചെയ്യത്തില്ല. നിങ്ങൾ എവിടെ, സ്ഥലം എവിടെയാണ് നിങ്ങളുടെ? മേനംകുളം. ഇവിടെ തന്നെയാണല്ലോ. അപ്പൊ ഒന്ന് നേരിട്ട് വരാൻ പറ്റുമോ? അവനിപ്പോ SIMC സ്കൂളിൽ പോകുന്നുണ്ട്, പാങ്ങപ്പാറ. അമ്മ വന്നാൽ മതി, കുട്ടിയെ കൊണ്ടുവരണമെന്നില്ല, അമ്മ വന്നാൽ മതി. വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ കാണാം, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നിഷിന്റെ നമ്പർ ഉണ്ട് മാഡം എന്റെ കയ്യില്. ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ, അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ശരി ശരി, നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഹലോ മാം, ഞാൻ കഴക്കൂട്ടത്തു നിന്നാണ് വിളിക്കുന്നത് മാം. എന്റെ മോന് വേണ്ടിയാണ്, 4 വയസ്സായ മോന്. പക്ഷെ മോന് ഭയങ്കര ദേഷ്യവും എപ്പോഴും ഭയങ്കര ദേഷ്യമാണ്. പുറത്തോട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം, ക്രൗഡ് കൂടുതലാകുമ്പോഴാണ് അവന് ഭയങ്കര പ്രശ്നം. അതുപോലെ പ്ലേ ക്ലാസ്സിൽ പോകുന്നുണ്ട്, സ്കൂളില് കുട്ടികൾക്ക് ഉപദ്രവിക്കും. പക്ഷെ ടീച്ചർ പറയണ കേൾക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ പറയും, കുറേശ്ശെ എഴുതും. പക്ഷെ അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും ഇങ്ങനെ വിരുവിത്ത് ഓടി ഓടി, അതാണ് പ്രശ്നം. ഹലോ, പറഞ്ഞോളൂ അമ്മ. അപ്പം ഒരു മോനേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു മോനേ ഉള്ളൂ. കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാൽ ഞാൻ 30 വയസ്സിന് ശേഷമാണ് മോനെ കിട്ടിയത് തന്നെ. പക്ഷെ ആള് വീട്ടില് കുഴപ്പമില്ല, എന്നാലും എല്ലാരും ഉപദ്രവിക്കും. ആരെങ്കിലും ആയി മോനെ എന്ന് പറഞ്ഞ് പിടിച്ചാൽ അപ്പോഴും ഒരു അടിക്കും അവൻ. പിന്നെ എന്തെങ്കിലും എടുത്ത് തരാൻ പറഞ്ഞാലും എടുത്ത് എറിയും. അതൊക്കെയാണ് അവന്റെ പ്രശ്നം. അതുപോലെ സംസാരത്തിലും കുറച്ച് ക്ലിയർ കുറവാണ്, വലിയ സംസാരം ക്ലിയർ അല്ല. 4 വയസ്സാണെങ്കിലും എനിക്ക് മനസ്സിലാവും, പക്ഷെ എല്ലാവർക്കും ചിലതൊന്നും അങ്ങനെ മനസ്സിലാവത്തില്ല.
ആളെ ദേഷ്യമാണ്, ഭയങ്കര ഹൈപ്പറാണ്, അടങ്ങിയിരിക്കത്തില്ല, അലിഞ്ഞു വലിഞ്ഞ് ഒന്നിനോടും ഒരു പേടിയില്ല. ഇതിനു മുൻപ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ കുട്ടിയെ? ഇല്ല, ഇതുവരെ കാണിച്ചിട്ടില്ല. കാണിക്കണമെന്ന് പറഞ്ഞപ്പോ വീട്ടിലുള്ളവർക്ക് അങ്ങനെ കുഴപ്പമില്ല, അത് കുഞ്ഞല്ലേ മാറിക്കോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിൽ മാറ്റം തോന്നുന്നുണ്ട്, അവൻ കുറച്ച് ഹൈപ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. സ്പീച്ചിൽ നമ്മൾ പറയുന്നുണ്ട് വ്യക്തിഗത കുറവെന്ന് പറഞ്ഞു. അപ്പൊ സ്പീച്ചിന് അസസ്മെന്റും സൈക്കോളജിയും ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇനീഷ്യലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഏതാണുള്ളത് അവിടെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന കഴക്കൂട്ടത്താണ്. അപ്പോഴേ ഇവിടെ വന്ന അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് എടുക്കാനാണെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ ഒരു നമ്പർ കാണുന്നത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇവിടെ വരേണ്ടതും അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തരും. കേട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ വാല്യൂഷൻ വേണമെന്നാണ് തോന്നുന്നത്. ഓക്കെ മാം. ചാറ്റ് ബോക്സിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം, മൊബൈൽ ഗെയിം കളിക്കാൻ 10 മിനിറ്റ് കൊടുക്കാമോ അതോ കൊടുക്കാൻ പാടില്ലേ? 7 വയസ്സ് 9 വയസ്സ് ചോദ്യം. ഒരു സമാനമായിട്ടുള്ള വേറൊരു ചോദ്യവും കൂടെ ഉണ്ട്. 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൊബൈൽ യൂസ് ചെയ്യാനുള്ള ടൈം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, സാധാരണ നമ്മൾ പറയുന്നത് ഒരു 6 വയസ്സിനകത്ത് 0 ടൈം എന്നാണ് പറയാറുള്ളത്. ഒരു സമയം പോലും മൊബൈലിന് കൊടുക്കാൻ, സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. 7 വയസ്സായ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ 30 മിനിറ്റ്സ് കൊടുക്കാം. പക്ഷെ ആ ടൈം ഫിക്സ് ചെയ്യുക എപ്പോഴാണ് എന്നുള്ളത്. കുട്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സ്കൂൾ ഗോയിങ് ആണെങ്കിൽ സ്കൂളിലെ വർക്കും ബാക്കി എല്ലാം കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ചെയ്ത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു 30 മിനിറ്റ്സ് അത് ഫിക്സ് ചെയ്ത് വെക്കുക. കുട്ടി എന്താണോ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം മൊബൈലാണ്, നമുക്ക് എന്ത് വേണോ അതിനകത്ത് നോക്കാം. അതുകൊണ്ട് എന്താണ് കുട്ടി നോക്കുന്നത് ചൈൽഡ് മോഡിലോ അപ്പൊ ഇട്ടതിന് ശേഷം മാത്രം കൊടുക്കുക. 30 അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറേണ്ട ആവശ്യമില്ല. സപ്പോസ് 7 മണിക്കാണ് കൊടുക്കുന്നതെങ്കിൽ 7:30 ആകുമ്പോഴേ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. അതിനുശേഷമോ അതിന് മുൻപോ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേത് കുട്ടിയായാലും ശരി. ഇപ്പം വെക്കേഷൻ ആകുമ്പോഴും പലരും ചോദിക്കാറുണ്ട് 30 മിനിറ്റ്സ്. അത് അങ്ങോട്ട് സ്ക്രീൻ എന്ന് വെച്ചാൽ ഏത് സ്ക്രീൻ ടൈം ആണെങ്കിൽ ഏത് സ്ക്രീൻ ആണെങ്കിലും 30 മിനിറ്റ്സ് ആണ്. അത് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ചോദ്യം, ഒരു കുട്ടിയിൽ ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ആൻഡ് സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയർ ഉണ്ടെങ്കിൽ ഏതിനെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്? ചോദ്യം കുറച്ചും കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം കുട്ടിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഏതെങ്കിലും ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ? പിന്നെ ആൻസർ ഒന്ന് മ്യൂട്ട് ആക്കാമോ? റിപ്പീറ്റ് ഒന്ന് കുട്ടിക്ക് എന്തെങ്കിലും ഈ ചോദ്യം ഇട്ടേക്കുന്ന പാരന്റിന് പറയാൻ പറ്റുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇത് മാത്രമാണെങ്കിലും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് കുട്ടി ഈ ബിഹേവിയർ കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടി വരും. രണ്ടും ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഏതാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ചോദ്യം ഇൻകംപ്ലീറ്റ് ആണ്, വിവരിച്ചാൽ നല്ലതായിരിക്കും. ചോദിച്ചിരിക്കുന്നത് കുറച്ചും കൂടി ഇൻഫർമേഷൻ തരാമോ? അഥവാ ഇതിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന 2ാമത്തെ നമ്പറിലോട്ട് പ്രഭാഷകരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 കൊണ്ട് പാടാം.
ചോദ്യത്തിലേക്ക് പോവുകയാണ്. മിസ്റ്റർ സുമേഷ് കുമാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ മോന് 4 വയസ്സായി. ഇപ്പം തലയിടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വളരെ ഒബീഡിയന്റും ഗുഡ് റെസ്പോൺസും സിറ്റിംഗ് ടോളറൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഡയറ്റും ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. സ്പീച്ച് ഡിലേ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. എന്താണ് സാറിന് അറിയേണ്ടത് ഒന്ന് കേസ് തരാമോ? മാഡം നമസ്കാരം. എന്റെ മോനെ കുറിച്ചാണ് പറഞ്ഞത്. 4 വയസ്സായി. ഞങ്ങൾ നിപ്മറിൽ സ്റ്റെപ്സ് എന്ന പ്രോഗ്രാം ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ അവിടെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ കോണ്ടാക്ട് ഇമ്പ്രൂവ്മെന്റ് ആയി. കാരണം നേരത്തെ എന്റെ അടുത്തും എന്റെ വൈഫിന്റെ അടുത്തും മാത്രമുള്ള ഐ കോണ്ടാക്ട്സ് പ്രോപ്പറായിട്ട് എടുത്തുള്ളായിരുന്നു. ഇപ്പം സ്കൂളിൽ പോകുന്നുണ്ട്, പ്രീ കെ ജി പോകുന്നുണ്ട്. അപ്പൊ പ്രീ കെ ജി പോയാൽ തന്നെയും അവിടെയുള്ള എല്ലാവരോടും കളിക്കുകയും ചിരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ചോളം അവനെ ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുവാണെങ്കിൽ അവൻ തന്നെ അവന്റെ തലയിൽ അടിക്കും. ചില സമയത്ത് നമ്മളിപ്പോ അവൻ തല അടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവന്റെ കൈ പിടിച്ച് മാറ്റുമ്പോൾ അവൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ 2 കൈ കൂടി ചേർത്ത് അടിക്കും. അപ്പൊ ഇത് നേരത്തെ ഉള്ള ഒരു ഇതില്ലായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളൊരു BRC സെന്റർ ആക്കിയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടി ചെയ്ത് കണ്ട് അങ്ങനെ അവനെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം അവന് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഈ ഒരു ബിഹേവിയർ എപ്പോഴും കാണിക്കുന്നു. മേഡം ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞത്. ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ മാം. എന്റെ മകന് 4.25 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവന് ഞങ്ങൾ നിപ്മറിൽ സ്റ്റെപ്സ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഐ കോണ്ടാക്ട്സ് ഒക്കെ തരാൻ തുടങ്ങി. പിന്നെ അവിടെ കുറച്ചു എക്സസൈസ് പറഞ്ഞനുസരിച്ച് അവന്റെ സിറ്റിംഗ് ടോളറൻസ് എല്ലാം ഇമ്പ്രൂവ് ആയി. അതെല്ലാം നന്നായിട്ടിരുന്നു. ഇപ്പൊ സ്കൂളിൽ അവൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് ജോലി സംബന്ധമായി ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ വരുന്നിടം വരെ അവനൊരു BRC സെന്ററിലാക്കിയായിരുന്നു. അപ്പൊ ആ BRC സെന്ററിൽ പോയതിനു ശേഷം അവിടെ ഒരു കുട്ടി അതിനെന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടാക്കി തലയിൽ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് തോന്നുന്നത് ഇവന് ഇപ്പം എന്ത് ദേഷ്യം വന്നാലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തലയിലടിക്കും. അപ്പൊ അവനിപ്പോ വെള്ളത്തിൽ കളിക്കണം. അപ്പൊ നമ്മൾ അവനെ വെള്ളത്തിൽ കളിക്കുന്നത് അവനെ വേണ്ടെന്ന് പറഞ്ഞ് അവനെ തടയുകയാണെങ്കിൽ അവൻ ആദ്യം വന്നിട്ട് അവന്റെ തലയിൽ തന്നെ കൈ കൊണ്ടടിക്കും. ഇവന്തോ നമ്മളപ്പോ അവൻ തലയിൽ കൈ അടിക്കുന്ന കാണുമ്പോൾ നമ്മൾ അവന്റെ കൈ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ നമ്മുടെ കയ്യിലും അവന്റെ 2 കൈകളിൽ ചേർത്ത് അടിക്കും. ഇത് നേരത്തെ അങ്ങനെ ഉള്ളായിരുന്നു. കഴിഞ്ഞ 4 മാസമായിട്ട് ഈ ഒരു ടെൻഡൻസി കണ്ടു തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ അവനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെയും ഉപദ്രവിക്കുന്ന ഒരു പ്രവണത അവനില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? മുമ്പ് സ്റ്റെപ്പിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് വേറൊരു പ്രൈവറ്റ് തെറാപ്പി സെന്റർ ഉണ്ട്. അവിടെ OT, BT, സ്പീച്ച് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം അവരും പറയുന്ന അവന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവന് പല വേർഡ്സുകളും അവനിപ്പം ഉണ്ട്. ഇടയ്ക്ക് നമ്മളോട് അച്ഛൻ വാ, അച്ഛ പോ, വെള്ളം താ, വരൂ പോ എന്നൊക്കെ അവൻ പറയുന്നു. പിന്നെ ഇപ്പൊ ചിലപ്പോൾ അവന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ചില സമയത്ത് അവൻ അപ്പി എന്ന് പറയുമ്പോൾ അവനെ ടോയ്ലറ്റിൽ കൊണ്ടാക്കുമ്പം അവൻ പ്രോപ്പറായി ടോയ്ലറ്റിൽ ഇരുന്ന് തന്നെ അവൻ കാര്യം സാധിക്കുന്നു. ഇൻ കേസ് നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ തന്നെ അവന്റെ ട്രൗസർ എല്ലാം റിമൂവ് ചെയ്തിട്ട് തന്നെ അവൻ എവിടെയാണോ തോന്നുന്നത് അവിടെ തന്നെ ഇരുന്ന് അപ്പിയിടും. അപ്പൊ അവന്റെ ആ ഒരു ബിഹേവിയർ ഒരു പ്രശ്നമുണ്ട്. ചില സമയത്ത് അവൻ നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യും. അവൻ നമ്മളോട് തന്നെ പറഞ്ഞ് അപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഈ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ. ചില ദിവസങ്ങൾ അത് അവന് ചെയ്യുന്നില്ല. നമുക്കൊരു സ്ട്രിക്ട്ലി ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. ആ ഡയറ്റ് പ്ലാൻ അനുസരിച്ച് തന്നെയാണ് അവന് ആഹാരം കൊടുക്കുന്നത്. അതിനകത്ത് ഒരു വേരിയേഷൻ ചെയ്യുന്നില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ അവൻ വളരെ കോപ്പറേറ്റ് ചെയ്യുന്നു, ചില ദിവസം കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇതിപ്പോ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ അല്ലെ? തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ? തെറാപ്പി ഇപ്പം ലാസ്റ്റ് ഇയർ തൊട്ട് കഴിഞ്ഞ വർഷമാണ് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഡിപ്മറിൽ പോയി തുടങ്ങിയത്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇവിടെ പോവുകയെല്ലാം ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കുട്ടി മാറ്റം കാണിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി സമയം എടുക്കും. കാരണം ഓൺ ആൻഡ് ഓഫ് കുട്ടി ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക, കുട്ടിയെ ഒബ്സർവ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യണം. ഇത് കാണിക്കും, പക്ഷെ നമ്മൾ ആ ടൈം നോക്കി, വാഷ്റൂമിൽ പോകുന്നതാണെങ്കിലും ടൈം നോക്കിയിട്ട് കൊണ്ടുപോയി ഇരുത്താൻ നോക്കുക റെഗുലർ ആയിട്ട്. അത് കുട്ടി സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ടൈം നോട്ട് ചെയ്യുക. പിന്നെ പറഞ്ഞത് കുട്ടിയുടെ സ്വഭാവം, അത് പലപ്പോഴും കുഞ്ഞുങ്ങൾ ഈ പോസിറ്റീവിനെക്കാളും നെഗറ്റീവ് ബിഹേവിയർ കാണുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് അത് കോപ്പി ചെയ്യും. അത് അതുപോലെ ആവർത്തിക്കാൻ നോക്കും. കാരണം അവർ ഇതുവരെ കാണാത്തൊരു സ്വഭാവമാണ്. അത് എന്തുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് അവർ നോക്കത്തില്ല. അവരതുപോലെ അത് എന്തുകൊണ്ടെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അത് ഒരു ബിഹേവിയർ കുട്ടി അത് കാണിക്കുവാണ്. ഒന്നുകിലും നമ്മൾ വീട്ടിൽ അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഏത് രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നത്, കുട്ടി അത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഒച്ച എടുക്കാറുണ്ടോ, അതോ പണിഷ്മെന്റ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ, എന്താ ചെയ്യാറുള്ളത്? ഞാൻ കാണുമ്പോ അടി മേടിക്കും പറയുമ്പോ അവനും തിരിച്ച് ആ വേർഡ് റിപ്പീറ്റ് ചെയ്യും, അടി മേടിക്കും. പക്ഷെ നമ്മൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിക്കും എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് അവൻ വീണ്ടും വീണ്ടും വളരെ ഫോഴ്സിൽ അവൻ തല കഴിക്കുന്നു. പക്ഷെ അവന്റെ അമ്മയാകുമ്പോൾ വേണ്ട സാരമില്ല തല പറഞ്ഞാലും തന്നെയും അവൻ അടിക്കും. പക്ഷെ അന്നേരം അതിന്റെ ഇത് ഫോഴ്സ് കുറച്ചാണ് അവൻ അടിക്കുന്നത്. അപ്പൊ അവന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്താറുണ്ടോ, അങ്ങനെ അവനോട് അത്രയും ഹാർഷായിട്ട് പെരുമാറുന്നോണ്ടായിരിക്കും അവന് വളരെ ഫോഴ്സിൽ തന്നെ അവനെ ഹാം ചെയ്യുന്നതും പറഞ്ഞു, അവൻ അടിക്കുന്നതും പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. ഈ കുഞ്ഞ് ഈ സ്വഭാവം കാണിക്കുമ്പോഴേക്കും ഇത് നിങ്ങളുടെ പ്രസൻസിലാണോ കൂടുതൽ കാണിക്കുന്നതെന്ന് നോക്കുക. നമ്മള് ഇപ്പൊ വീട്ടില് ആൾക്കാർ ഉള്ളപ്പോ അവരുടെ മുന്നേ വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണോ കുട്ടി ഇത് കാണിക്കുന്നത്? നിങ്ങളുടെ പ്രസൻസിൽ അല്ലാത്ത സമയത്ത് കുട്ടി ബിഹേവിയർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഇപ്പൊ സ്കൂളിൽ ചെന്നാലും തന്നെ അവൻ സ്വന്തമായിട്ട് ആഹാരം കഴിക്കുന്നില്ല. അപ്പൊ അവന് അവിടുന്ന് ടീച്ചേഴ്സ് വാരി കൊടുക്കുക ചെയ്യുന്നത്. ഇവൻ തോ ഒരു 2 സ്പൂണ് അവൻ ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ തലയിൽ ഇങ്ങനെ അടിക്കും. അപ്പൊ അത് ടീച്ചേഴ്സിനും പേടിയാ. അപ്പൊ അവൻ ആഹാരം കഴിക്കില്ല. അപ്പൊ അവർക്കും പേടിയാ. കാരണം ഇവന് ഇഷ്ടമില്ലാത്ത ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉടനെ തലയിലടിക്കുമ്പോ ഇപ്പൊ എന്റെ കൂടെ ആയാലും വൈഫിന്റെ കൂടെ ആയാലും സ്കൂളിൽ ചെന്നാലും ഇൻ കേസ് അവൻ ഏതെങ്കിലും ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി തന്നെ അവന് ഇഷ്ടമില്ലെങ്കിൽ ഉടനെ അവൻ അടിക്കുന്നത് തലയിലടിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഉപദ്രവിക്കുന്നതെന്ന് പറയാം. അപ്പൊ നമ്മളത് ചെയ്യും, അവനെ തന്നെ ഉപദ്രവിക്കുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മളവനെ കൈ പിടിച്ച് മാറ്റുമ്പോൾ മാത്രമേ നമ്മളെ കയ്യിലടിക്കുന്നത്. ഇല്ലെങ്കിൽ അവന്റെ തലയിൽ തന്നെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അതെ അതെ. നമ്മളിപ്പോ ചിരിച്ചോണ്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നമ്മള് കൈ പിടിച്ചു മാറ്റുവാണെങ്കിൽ അവൻ ഒന്നും കൂടെ ഫോഴ്സിൽ നല്ലതായിട്ട് അടിക്കും. അപ്പൊ നമുക്കൊരു വിഷം ഇത്രയും സ്പീഡ് ഫോഴ്സിൽ അവന്റെ തല അടിക്കുമ്പോ തന്നെ അവനൊരു പ്രശ്നം ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു മാറ്റുന്നത്. അന്നേരമാണ് നമ്മുടെ കയ്യിൽ അവന് അടിക്കുന്നത്. ഇതിപ്പോ കുട്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത് വിട്ടു കൊടുക്കും എന്നുള്ളത് പഠിച്ചു. അതാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അത് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാണിക്കുന്നതാണ് ഈ സ്വഭാവം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കും എന്നുള്ളത് നമ്മളത് കൊണ്ടുകൊണ്ട് ഇരിക്കുക. അല്ലെങ്കിൽ കുട്ടി അത് റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഓർക്ക് നമ്മളിപ്പോ തെറപ്പി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പല സ്വഭാവങ്ങളും കുട്ടി കാണിക്കും. എന്താ ഡയഗ്നോസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ആദ്യം ഡയഗ്നോസ് മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് പല ബിഹേവിയർ ഇഷ്യൂസും കുട്ടി കാണിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ പറയുന്ന അത് പല സമയത്തായിട്ട് പല രീതിയിലുള്ള സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട്. തെറാപ്പി എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ തെറാപ്പിയുടെ വ്യത്യാസം ഉറപ്പായിട്ടും ഈ ബിഹേവിയറിലും കാണിക്കും. ഇങ്ങനത്തെ ബിഹേവിയർ എവിടെ കാണിച്ചാലും സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് തെറാപ്പിസ്റ്റോട് റിപ്പോർട്ട് ചെയ്യുക. മേഡം പറഞ്ഞോട്ട് ഇപ്പൊ നമ്മളൊരു കുട്ടി കടയിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ടോയ്സ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ കരയുമ്പം അത് നെഗറ്റീവ് റെസ്പോൺസിൽ അവൻ പഠിക്കുന്നു പറഞ്ഞു. ഇൻ കേസ് അവന് തലയിൽ ഇങ്ങനെ അടിക്കുമ്പം അവനൊരു ചെറിയൊരു അടി കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഇത് ചെയ്താൽ അവൻ മാറുമോ? ഇല്ല ഇല്ല, അടി ഒരിക്കലും അതിനുള്ള പരിഹാരമല്ല. അടി കൊടുത്താൽ മാറത്തില്ല. അല്ല പറഞ്ഞില്ലേ പോസിറ്റീവ് റെസ്പോൺസ് നെഗറ്റീവ് റെസ്പോൺസ് പറഞ്ഞു. അടി കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു സർ. അല്ല മേഡം അങ്ങനെയല്ല പറഞ്ഞ. ഇപ്പം കടയിൽ പോകുമ്പം ഒരു സാധനം മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അവനൊരു മെസ്സേജ് കിട്ടും, ഞാൻ എത്ര കരഞ്ഞാലും എനിക്ക് കിട്ടത്തില്ല. അപ്പൊ അത് അവന്റെ മനസ്സിലായി. 2-3 വട്ടം ഇത് ട്രൈ ചെയ്യുമ്പോൾ അവനത് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് ആ നെഗറ്റീവിൽ നിന്ന് ചിലപ്പോൾ അവൻ പഠിക്കുമെന്ന് പറഞ്ഞു വിട്ട്. ഒരു ദിവസം ഒരു അടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം ഇങ്ങനെ അടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പം അത് നന്നാകുമോ?
ഇല്ല. അതാ പറഞ്ഞത്, എല്ലാത്തിനും അടിപരിഹാരമല്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ആ സ്വഭാവം ഇഗ്നോർ ചെയ്യുക. അപ്പൊ അവിടെ കിടന്ന് കരയുവാണെങ്കിൽ, നേരെ മറിച്ച് ഇപ്പൊ ഒരു ഷോപ്പിൽ പോകുമ്പോഴേക്കും കുട്ടി അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ട്, അതായത് സാധനങ്ങൾ വലിച്ചെറിയുക അങ്ങനെ കാണിക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെ സാഹചര്യങ്ങൾ കരയുകയാണ്, സ്വയം ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുക. പലപ്പോഴും ഈ സ്വയം ഉപദ്രവിക്കുക എന്നുള്ളത് കുട്ടികൾ കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ ബിഹേവിയർ കുട്ടി കാണിക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഉപദ്രവിക്കും. അപ്പം ഇവരുടെ ദേഹം വേദനിക്കുന്നു കാണുമ്പോൾ നമ്മൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് കരയുമ്പോൾ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുക. അങ്ങനെ ഒരാളെ അവിടെ ഇരിക്കുന്നില്ലെന്ന് വിചാരിക്കുക, ശ്രദ്ധിക്കാണ്ടങ്ങ് പോവുക. വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടീനെ. നമ്മൾ നോക്കുന്നതായിട്ട് കുട്ടിക്ക് മനസ്സിലാകാൻ പാടില്ല. അപ്പോഴേ കുട്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. വീട്ടിലും അതായത് ചോദിച്ചത് നേരത്തെ ആ ബിഹേവിയർ സ്കൂളിൽ ഒരു കുട്ടി കാണിക്കുന്നു എന്ന് പറഞ്ഞ ബിഹേവിയർ നിങ്ങളുടെ മുന്നിൽ കുട്ടി കാണിക്കുന്നുണ്ടോ? നമ്മൾ നോക്കി നിൽക്കുകയാണോ കുട്ടി സ്വഭാവം കാണിക്കുന്നത്? അതോ നമ്മളില്ലാത്ത സമയത്തും ഈ കുട്ടി വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരും ചുറ്റും ഇല്ലെങ്കിലും ഈ കുട്ടി സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഓർക്കുക, ഈ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കാം. ഒന്നുകിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, മിക്കവാറും അതായിരിക്കാം. നമ്മൾ അങ്ങോട്ട് നോക്കണം, നമ്മൾ റെസ്പോൺസ് കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അച്ഛനോ അമ്മയോ എന്നെ നോക്കും എന്നുള്ളത് കുട്ടി എപ്പോഴോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും കുട്ടി ഈ സ്വഭാവം കാണിക്കുന്നത്. ഇതൊന്ന് ഒബ്സർവ് ചെയ്ത് വെക്കുക. നമ്മുടെ പ്രസൻസിലാണോ, നമ്മൾ നോക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ഞാൻ അടുത്തിരിക്കുമ്പോഴാണോ കുട്ടി ഈ സ്വഭാവം കാണിക്കുന്നത്? അല്ല മാഡം, ചിലപ്പോ അവൻ ബുക്സ് ഒക്കെ വായിച്ച് നോക്കും, ബുക്സ് ഒക്കെ പേജുകൾ മറിച്ച് നോക്കും. ആ സമയത്തും അവന് ചിലപ്പോൾ തന്നെ അടിക്കാറുണ്ട്. ഇപ്പൊ നമ്മളങ്ങനെ നോക്കാറുണ്ട്. പിന്നെ മാത്രം ഇരുത്തിയിട്ട് ബുക്സ് കൊടുക്കുമ്പോഴും ബുക്സിനകത്ത് ഇങ്ങനെ നോക്കിയിട്ട് പേജുകൾ മറിച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ തലയിൽ ഇങ്ങനെ അടിക്കും. അന്നേരം നിങ്ങൾ അടുത്തുണ്ടാവാറുണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടും പേരും മാറി നിന്നിട്ട് പിന്നെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട്. എന്തായാലും സർ തെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. കാരണം തെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് മാറ്റി. അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്. തെറാപ്പി, ബിഹേവിയർ തെറാപ്പിയും OT-യും കണ്ടിന്യൂ ചെയ്യുക. സ്പീച്ചിന് ഡിലേ ഉള്ളതാണ്. ഇതിന്റെ ഓട്ടിസം എന്ന കണ്ടീഷന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന സെൽഫ് ഹാമിങ് ആയിട്ടുള്ള ബിഹേവിയർ. അവർക്കൊരു അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ് അത്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചറിയണം എന്തുകൊണ്ടാണ് കുട്ടി അത് കാണിക്കുന്നതെന്ന്. എന്നിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ആ ചോദ്യാവലി ഒന്ന് പൂരിപ്പിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ 2 എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് കാണാം. ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാ പാർട്ടിസിപ്പൻസും ഈ ചോദ്യാവലി ഒന്ന് പൂരിപ്പിക്കണം. മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ചോദ്യമുണ്ടോ? ഹലോ, ചോദ്യങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യുന്ന മാഡത്തിന്റെ നമ്പർ കാണാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹലോ, അശ്വതി മാം, ചോദ്യമുണ്ട്.
ജീന ഷിബ്ലിയുടെ ചോദ്യമായിരുന്നു ഓട്ടിസത്തിന്റെ പ്രൈമറി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത്. ഓക്കെ, ഓട്ടിസം എന്ന കണ്ടീഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് ആദ്യം നമുക്ക് പലപ്പോഴും ആദ്യം അറിയുന്നത് ഐ കോണ്ടാക്ട് കുറവായിരിക്കും, ഒന്ന്. രണ്ട്, സംസാരത്തിന് ബുദ്ധിമുട്ട്, അതായത് ഇത് സംസാരിക്കാൻ ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാനും പറയാനും അത് മനസ്സിലാക്കാനുമുള്ള റിസപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, അതായത് ഒരു ചില പ്രവൃത്തികൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കും. അത് മൂവ്മെന്റ് ആകാം, എന്തെങ്കിലും ആശയാകാം, ഏതൊക്കെ വാക്കുകളാകാം തുടർച്ചയായിട്ട് പറയുന്നത്, എന്തെങ്കിലും ആക്ഷൻസ് ആയിരിക്കാം. പ്രധാനമായിട്ടും ഇത് രണ്ടുമാണ്. ലാംഗ്വേജിന്റെ ഉണ്ടായിരിക്കും, ലാംഗ്വേജ് ഡിലേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാംഗ്വേജിന് പറഞ്ഞു ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില ഒറ്റ വാക്കുകളോ ഒക്കെ ആയിരിക്കും പറയുന്നത്. ഐ കോണ്ടാക്ടിന് ബുദ്ധിമുട്ട് വരും. മൂന്നാമത് ഈ പറയുന്ന റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ത്രൂ ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളോ ആകാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെ തിരിച്ചറിയുന്നുള്ള ഈ ഫീച്ചേഴ്സ് ഒക്കെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി നമുക്ക് 3 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വയസ്സിന് മുന്നേ തന്നെ നമുക്ക് ഈ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് പുറകോട്ടാവുകയാണെങ്കിൽ നമുക്കത് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാ ഭാഷ പുറകോട്ടാവുന്നതും ഓട്ടിസം ആവണമെന്നില്ല. ബാക്കി ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ 3 വയസ്സിന് മുന്നേയായിട്ട് കുട്ടി പുറകോട്ടാവുകയാണെങ്കിൽ കുട്ടിയെ കാണിക്കാം. 1.5 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ഓട്ടിസം ആണോ അല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മാഡത്തിന്റെ സംശയം മാറിയോ അതോ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട്? ഓക്കെ, ഇപ്പൊ ചോദിച്ചിരിക്കുന്നു ഇത് മൈൽഡ് ഓട്ടിസം റിക്കവർ ആകുമോ എന്നുള്ളതാണ്. ഇപ്പം മൈൽഡ് ഓട്ടിസത്തിന്റെ ബിഹേവിയേഴ്സ് ഇപ്പം ഓട്ടിസം ഉള്ളത് കൊണ്ട് തന്നെ ആകണം എന്നില്ല. നമുക്ക് ചെറിയ സ്ക്രീൻ ടൈം കൂടുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള എൻവയോൺമെന്റുമായിട്ടുള്ള സഹവാസം, അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങൾ ഒരുപാട് വീട്ടിനകത്ത് തന്നെ ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം പോലത്തെ ബിഹേവിയേഴ്സ് ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓട്ടിസം ആണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ഓട്ടിസം പോലുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്ന കണ്ടീഷൻസും ആകാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിന്നെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തേക്ക് വരാൻ പറ്റും. ഇപ്പൊ മൈൽഡ് ഓട്ടിസം ആണെങ്കിലും ഓട്ടിസം ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനൊരു പൂർണ്ണമായി ക്യൂർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ബിഹേവിയേഴ്സിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പൊ അഞ്ജു മാഡം പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അവരെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക, എങ്ങനെ സോഷ്യൽ ബിഹേവിയേഴ്സ്, അതുപോലെ റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, അവർ കൈകൊണ്ടെല്ലാം പലവിധ ബിഹേവിയേഴ്സ് കാണിക്കുക, ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിയിരിക്കുക, സംസാരിക്കാനുള്ള കഴിവ് ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള ഈ ബിഹേവിയേഴ്സിലെല്ലാം അവർക്ക് വളരെ അധികം മാറ്റങ്ങൾ നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വളരെ നേരത്തെ തന്നെ അവർക്ക് വേണ്ടുന്ന ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 3 വയസ്സിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പീച്ച് തെറപ്പി, ഫിസിയോതെറപ്പി അല്ല, സ്പീച്ച് തെറപ്പിയും ഒക്കുപേഷണൽ തെറപ്പിയും ചില സമയത്ത് ബിഹേവിയറൽ തെറപ്പിയും എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനനുസരിച്ചുള്ള മാറ്റം കുഞ്ഞുങ്ങളിൽ വളരെ അധികം വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എത്ര വയസ്സ് വരെ തെറപ്പി നൽകേണ്ടതാണ്? ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്ര വയസ്സ് വരെ തെറപ്പി കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുഞ്ഞിനുണ്ടാകുന്ന ഇംപ്രൂവ്മെന്റിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടും തെറപ്പി കണ്ടിന്യൂ ചെയ്യണമോ, അതോ ഇപ്പൊ ആഴ്ചയിൽ 5 ദിവസവും തെറപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത് 2 ദിവസമായി കുറയ്ക്കണമോ, അതെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കുഞ്ഞിന്റെ ഇംപ്രൂവ്മെന്റ് സ്പീച്ച് തെറപ്പിയും അതുപോലെ തന്നെ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള റീഹാബിലിറ്റേഷൻ തെറപ്പിസ്റ്റുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വീട്ടിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യും.
വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസിന് സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിഡാസ് ടീമിന്റെയും ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്ത അഞ്ജു മാഡത്തിന്റെയും നമ്പർ സ്ക്രീനിൽ കാണാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്ത മിസ് അഞ്ജു മാഡത്തിനും ഇന്നത്തെ ഈ പാനൽ നമുക്ക് എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത നിഡാസ് അടുത്ത മാസം നിർത്തുന്നു. താങ്ക് യു.